بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. 53 خف من وجود إحسانه إليك ودوام إطاعتك معه أن يكون ذلك استدراجا سنستدرجهم من حيث لا يعلمون. ശ്രദ്ധിക്കണം. ഖഫ്, നീ പേടിക്കണം. മിൻ വുജൂദി ഇഹ്സാനിഹി ഇലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിലേക്ക് ഒരുപാട് നിഅമത്തുകളും ഇഹ്സാനും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അല്ലാഹു ഇങ്ങോട്ട്. അതവസരത്തിലോ നിന്റെ മക്കൾ നീ അങ്ങോട്ടുള്ളതോ വദവാമി ഇതാഅതിക മഅഹു, അള്ളാഹുവിനോടൊപ്പം നീ കുറ്റകൃത്യങ്ങളുമായിട്ടാണ് അങ്ങോട്ട് സമീപിക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലേ നീ പേടിക്കണം. ഹഫ് എന്നതിന് ഒരു വേണ്ടേ, അഞ്ഞക്കൂനകാലേക്ക് ഇസ്തിദ്റാജൻ, അത് ഇസ്തിദ്റാജാവന്റെ പേടിക്കണം എന്നാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ എന്താക്കും, ഇവൻ ചെയ്യുന്നത്തോളം എന്താ ചെയ്യാന്ന് ഇങ്ങനെ കാണുക, ഇത് പെട്ടെന്ന് ഉണ്ടാക്കുക, നിയമതങ്ങളെ പിൻവലിക്കുക, അവനെ പിടിച്ചെടുക്കില്ല. അതിന് ഒപ്പിച്ചൊരു ആയത്താപ്പുറം പറയുന്ന സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അത് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. ഹത്താ ഇദാ ഫതഹ്നാ അബ്വാബ കുല്ലി ഷൈഇൻ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ. അതിലുണ്ടാവുമല്ലോ, ഖുർആനിലുണ്ട്. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, നമ്മ അവർക്ക് തദ്കീറാക്കിയ കാര്യം അവർ മറന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മറന്നിട്ട് ജീവിച്ചു. അതന്നെയാണല്ലോ ദവാമി ഇസാത്തിക മഅഹു എന്ന് പറഞ്ഞത്. ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, അപ്പോഴായിരിക്കും എല്ലാ സുഖസൗകര്യത്തിന്റെയും വാതിലുകൾ തുറക്കപ്പെടുന്നു. അപ്പൊ ഇവ മനസ്സിലാക്കുന്ന എന്താണ്, അള്ളാഹ് ഞാൻ ചെയ്ത തെറ്റൊന്നും കണ്ടിട്ടില്ല, നല്ലോണം ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്റെ തെറ്റുകളെ സംബന്ധിച്ച് നോമ്പ് ഇത് ഇതാക്കിയിട്ടില്ല, അള്ള തോറ്റിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ടായി. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് പിടികൂടുന്നു. അതാണ് ഇത് ഇസ്തിദ്റാജ്. ഇവർക്ക് നൽകപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് വല്ല സന്തോഷത്തിൽ കഴിയുമ്പോഴേക്ക് ഓർക്കാപ്പുറത്ത് ഭാഗത്തിനായിട്ട് പിടുത്തം കൂടി പിടിച്ചിട്ട് എല്ലാം തകടം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇവർക്ക് ധാരാളം ഇഹ്സാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ടോ അള്ളാഹുവിനോടുള്ള മുഖാലഫത്തുമായി നടക്കുന്നുണ്ട്. എന്നാൽ അത് ഇസ്തിദ്റാജാണെന്ന് മനസ്സിലാക്കി പേടിച്ച് ജീവിച്ചുകൊള്ളണം എന്ന് മുപ്പർ പറഞ്ഞു വന്നത് വലിയൊരു ഉസൂലാത്. അതാ ഖാഫ് മിൻ വുജൂദി ഇഹ്സാനിഹി, നീ പേടിക്കണം. മിൻ വുജൂദി ഇഹ്സാനിഹി ഇലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിലേക്ക് ധാരാളം ഇഹ്സാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വദവാമി മഅദവാമി ഇസാഅതിക മഅഹു, അല്ലാഹുവിനോടൊപ്പം നീ കുറ്റകൃത്യങ്ങളുമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. മുഖാലഫതിക ലഹു, എന്നാൽ നീ പേടിക്കണം. അഞ്ഞക്കൂന ദാലിക, ഈ ഇടപാടുണ്ടല്ലോ, അല്ലാഹു തആല ഇഹ്സാൻ ചെയ്യാൻ നീ അങ്ങോട്ട് കുറ്റം ചെയ്യാം. അപ്പൊ കുറ്റം ചെയ്യുന്നതോറും എനിക്ക് മെച്ചം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇസ്തിദ്റാജാവന്നെ പേടിക്കണം. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ തദ്രീജല്ലക ശൈഅൻ ഫശൈഅൻ, നിന്നെ പടിപടിയായിട്ട് ഇങ്ങനെ കേട്ടിട്ട് ഹത്താ യഖുദക ബാഹതൻ, പെട്ടെന്ന് പിടികൂടാൻ വേണ്ടി. വഹാദാ ജവാബു സുആലിൻ നാശിഇൻ മിമ്മാ ഖബ്ലഹു, ഈ പറഞ്ഞ ഹിക്മത്തുണ്ടല്ലോ, മുമ്പ് പറഞ്ഞതിനാൽ ഉടലെടുക്കുന്ന ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ്. ഇങ്ങനെ മുമ്പെന്താ പറഞ്ഞത്, മല്ലം യശ്കുറൻ നിഅമ ഫഖദ് തഅറദ ലിദവാലിഹാ എന്ന് മുമ്പ് പറഞ്ഞു. നിഅമത്തിന് ഒരാൾ ശുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ അത് നീങ്ങിപ്പോകാൻ വേണ്ടി അവൻ തയ്യാറായവനായി. പക്ഷെ നമുക്ക് ഇവിടെ ആകത്ത് കാണുമ്പോ നന്ദിയോട് കാട്ടുന്നതാക്ക് നിയമം ചോദിക്കല്ല കാണുന്നു. അവർക്കല്ല കുത്തിസാറ്. അപ്പോ അതെന്താ അങ്ങനെ, അത് ഇസ്തിദ്റാജാണെന്ന് മനസ്സിലാക്കി പേടിച്ചു ഒന്നുകൂടി എന്ന അഭിപ്രായം മറുപടി പറഞ്ഞത്. നമ്മൾ ധാരാളം ആളുകളെ കാണുന്നു, നിയമത്തിന് ശുക്ർ ചെയ്യുന്നില്ല. വലാ തസൂലു അൻഹു, അത് നീങ്ങിപ്പോന്നിയും കാണുന്നില്ല. ഫഅജാബ റളിയല്ലാഹു അൻഹു ബിഅന്ന ദാലിക റുബ്ബമാ കാന ഇസ്തിദ്റാജൻ വമക്റൻ മിനല്ലാഹി ബിഹി. ഇസ്തിദ്റാജും മക്റുമാവാണ്. മക്ർ എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്താക്ക് നിയമത്ത് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കേണ്ട മക്റിലുണ്ടാകുന്നു. അങ്ങനെ ഇവനത് മതിമറക്കുമ്പോഴേക്കും പെട്ടെന്ന് പിടികൂടൽ.
ഖാല അല്ലാഹു തആല സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. സനസ്തദ്രിജുഹും എന്ന് പറഞ്ഞാൽ നുദർരിജുഹും ഫീ ദാലിക ശൈഅൻ ഫശൈഅൻ, കുറേശ്ശെ ആയിട്ട് നിയമത്തിങ്ങനെ ഏറ്റി കൊടുത്തിട്ട് ഹത്താ നഖദഹും ബഗ്തൻ, പെട്ടെന്ന് മുഴുവനും കൂടി കുടികൂടുക. മിൻ ഹൈസു ലാ യഅലമൂന എന്ന് പറഞ്ഞാൽ അന്ന ഇസ്തിദ്റാജും വ മക്റൂൻ, പക്ഷെ ഇവരിൽ നടന്നിക്കൊണ്ടിരിക്കുന്നത് ഇസ്തിദ്റാജും മക്റുമാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ലാ യശ്ഉറൂന ബിദാലിക ലിഅന്നഹു യഖദുഹും ബഗ്തൻ, അവനെ പെട്ടെന്ന് പിടികൂടും എന്ന് അവർക്ക് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. വഖീല, അതിന്റെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്, നുമിദ്ദുഹും ബിന്നിഅമി വനുൽസിഹിം അശ്ശുക്ര അലൈഹ ഫൈദാ റകനു ഇലൻ നിഅമി വഹുജിബു അനിൽ മുൻഇമി അഖഉഖിദൂൻ. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂന്റെ വ്യാഖ്യാനത്തിൽ നുമിദ്ദുഹും ബിന്നിഅമി, ധാരാളം നിഅമത്ത് കൊണ്ട് ഞാൻ അവർക്ക് ഇങ്ങനെ എന്താത് ചെയ്തുകൊണ്ടേയിരിക്കും. വനുൽസിഹിം അശ്ശുക്ര അലൈഹ, ആ നിഅമത്തിന്റെ പകരം ശുക്ർ ചെയ്യാൻ അവർ മറന്നിട്ടുണ്ട് അല്ലെ. ഫൈദാ റകനു ഇലൻ നിഅമി, അങ്ങനെ നിഅമത്തിന്റെ മുകളിലാണ് അവർ കഴിഞ്ഞുകൂടൽ കംപ്ലീറ്റ്. അവരുടെ കണ്ണിലായില്ല, മുൻഇമില്ല. വഹുജിബു അനിൽ മുൻഇമായ അല്ലാഹുവിനെ തൊട്ട് അവർ ഇജാബാക്കപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഉഖിദു, അവർ പെട്ടെന്ന് പിടികൂടപ്പെടുക. വഖീല കുല്ലമാ അഹദതു ഖതീഅതൻ, അവർ ഓരോ കുറ്റകൃത്യങ്ങൾ പുതുതാക്കി ചെയ്യും തോറും ജദ്ദദിനാലഹും നിഅമത്തൻ, ഓരോ പുതിയ നിഅമത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വാൻസൈനാഹുൽ ഇസ്തിഗ്ഫാർ, അവർ മറന്നും പോയി. മിൻ തിൽക്കൽ ഖതീഅതി വമിൻ അൻവാഇൽ ഇസ്തിദ്റാജി മാ ദക്കറഹു ബിഖൗലിഹി. ഇനി പറയാൻ പോകുന്നത് ഇസ്തിദ്റാജിന്റെ ഞങ്ങളിൽപ്പെട്ട ചിലത് പ്രത്യേകം എടുത്തു പറയുന്നത്, അതായത് ഈ മുരീദുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങൾ. എന്താണ്? മിൻ ജഹിലിൽ മുരീദ് അൻ യുസീ അൽ അദബ, മിൻ ജഹിലിൽ മുരീദ് അൻ യുസീ അൽ അദബ ഫതുഅഖറ അൽ ഉഖൂബത അൻഹു ഫയഖൂലു ലൗ കാന ഹാദാ സൂഅ അദബിൻ ലഖതഅ അൽ ഇംദാദ് വഔജബ അൽ ഇബ്ആദ്. മുരീദിന്റെ ജഹലിൽപ്പെട്ടതാണ് അവൻ അദബിനെ കേടുവരുത്തി. ആരോടുള്ള അദബ്? ഒന്നിക്കിൽ അള്ളാഹുവിനോടുള്ള അദബ്, ഇമ്മാ മഅല്ലാഹി തആല, അള്ളാഹുവിനോടുള്ള അദബുണ്ട്, ദീനിനോടുള്ള അദബുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കളോട് അദബുണ്ട്, ശൈഖന്മാരോട് അദബുണ്ട്, പല വിഷയങ്ങൾക്ക് എല്ലാത്തിനോട് അദബുണ്ടല്ലോ. അള്ളാഹുവിനോടുള്ള അദബിനെ കേടുവരുത്തി. കൽ ഏത്തറാദി അലൈഹി, അതെങ്ങനെ അള്ളാഹുവിനോട് എത്രാന്ന് പറഞ്ഞാൽ ആ വിജയന്ത അങ്ങനെ ഈ വിജയന്ത ഇങ്ങനായെന്നിട്ട് അള്ളാഹുവിന്റെ തീരുമാനത്തിന് എത്രാന്ന് പറയല് അദബ് കേടാണ്. വതആത്തി തദ്ബീരി മഅഹു, അള്ളാഹുവിനോടൊപ്പം ഇവന്റെ വക വേറെ തദ്ബീറും കൈക്കൊള്ളുകയും ചെയ്യുക, അതും മറ്റൊരു അദബ് കേടാണ്. വത്തളറു ബി അഹ്കാമിഹിൽ മൂലിഅത്തി ലഹു ഫീ നഫ്സിഹി ഔ ഗൈരിഹി, ഇവന്റെ നഫ്സിലോ ഗൈറേതാ ചിലപ്പോൾ മാലിലായിരിക്കും, ഇവനിക്ക് പ്രയാസമുണ്ടാകുന്ന അഹ്കാമ് കാണുമ്പോൾ അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച് എന്തൊരു പ്രയാസകരമാണെന്നൊക്കെ പറയല്. എത്ര കൊടുക്കാൻ പറഞ്ഞു, എത്ര കൊടുക്കാൻ പറഞ്ഞു, എന്തോ പൈസ എത്ര പാടി കൊടുക്കാനേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അതിനെ കുറ്റം പറയല്. വതസ്രീഹി ലിസാനിഹി ബിശ്ശക്വ ഇലൽ ഖൽഖി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വല്ല ബലായികളും വന്നാൽ പടപ്പുകളിലേക്ക് ശികായത്തിനെ വെളിവാക്കി പറയല്. അള്ളാഹിനോടുള്ള ഒരു അള്ളാഹാണല്ലോ അന്യായക്കാരനാക്കുന്നത്. പടപ്പുകളുടെ കോടതിയിലേക്ക് അള്ളാഹിനെ അന്യായക്കാരനാക്കിയത് പ്രതിയാക്കിട്ട്. ഇങ്ങനെയൊക്കെ വരാം അള്ളാഹുവിനോടുള്ള എത്രാണ്. ഔ മഅൽ മശായിഖ്, രണ്ടാമത്തെ ശിഖ്, ഇമ്മാ മഅല്ലാഹി തആല ഔ മഅൽ മശായിഖ്, എല്ലാ മശായിഖന്മാരോടായിരിക്കും ഇവൻ അദബ് കേടുകാട്ടുന്നത്. കൽ എത്രാദി അലൈഹിം, അവർക്ക് എത്രാന്ന് പറയും പോലെ. വാദമി ഖബൂലി ഇശാറാത്തിഹിം, അവരുടെ ഇശാറാത്തുകൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. എന്തിൽ ഫീമാ യുസീറൂന ബിഹി അലൈഹി, എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ടാണ് ഇവന്റെ മേൽ അവർ ഇശാറത്ത് കൊടുക്കുന്നത് അത് സ്വീകരിക്കാതിരിക്കുക. അതൊരു അദബുകേടാണല്ലോ. ഫഖദ് ഖാലു, മഹാന്മാർ പറഞ്ഞു, ഹുഖൂഖുൽ ഉസ്താദീന ലാ തൗബത ലഹു, ഉസ്താദന്മാരോടുള്ള ഹുഖൂഖിന് തൗബ ഉണ്ടാവില്ല. വഖാലു അയ്ദൻ മൻ ഖാല ലി ഉസ്താദിഹി ലിമ ഫഇന്നഹു ലാ യുഫ്ലിഹു, അത് ഇതിലുണ്ടല്ലോ അബാരിക്കുന്നു. അവൻ ഉസ്താദിനോട് ലിമ എന്ന് പറഞ്ഞാൽ ഇതെന്തിനാ ചെയ്യുന്നത്, എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയിട്ടെന്നൊക്കെ ഒരു എത്രാദിന്റെ ചോദ്യമാണ്. കാര്യം അറിയാൻ വേണ്ടിയിട്ടുണ്ടല്ല, എത്രാദിന്റെ ലിമയാണ്. അതിന് അങ്ങനെയാക്കുന്നു, ഇങ്ങനെ ആക്കിയാൻ പറ്റൂലേ? അങ്ങനെയാണെങ്കിൽ ഫൈനഹു ലാ യുഫ്ലിഹു, അങ്ങനെയുള്ള ആ ചോദ്യക്കാരോട് ഒരിക്കലും മുഫ്ലിഹീനാവൂല എന്ന്. വഖാലൽ ഖുശൈരി ഇമാമ് പറയുന്നു, മൻ സഹിബ ശൈഖൻ മിന ശുയൂഖിൽപ്പെട്ട ഏതെങ്കിലും ഒരു ശൈഖിന് ഒരാളെ സ്വഹബത്ത് കിട്ടി, സുമ്മ അതറദ അലൈഹി ബി ഖൽബിഹി, പിന്നെ കൽബ് കൊണ്ട് അവർക്ക് എത്ര തോന്നുന്നു ശൈഖിനോട്, എന്നാ ഫഖദ് നഖല അഹദ സ്വഹബത്തി, സ്വഹബത്തിന്റെ അഹദ് ആളെ പൊളിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. ആ അഹദ് നിലനിന്നിട്ടുണ്ടാവില്ല.
ദാഹിലോനൊക്കെ നടക്കുന്നുണ്ടാകും, പക്ഷെ ബാത്തിൽ അവനോട് എത്രാന്നാണെങ്കിൽ ആ അഹദ് പൊളിച്ചു. അഹദ് പൊളിച്ചു കഴിഞ്ഞാൽ ശേഷം നോക്കുന്ന കിട്ടാനുള്ള ഇന്താതും കിട്ടൂല, ഒരു ആനുകൂല്യം കിട്ടാനില്ലല്ലോ. വജബത്ത് അലൈഹി തൗബത്തു, അവന്റെ മേൽ തൗബ വാജിബാണ്, അത് പൊളിച്ചു വാങ്ങിയില്ല. വഇൻ ബഖിയ മിൻ അഹൽ, ഇനി പറയുന്ന വഇൻ ബഖിയ മിൻ അഹ്ലി സുലൂഖി ഖാസിദുൻ ലം യസിൽ ഇലാ മഖ്സൂദിഹി, സുലൂക്കിന്റെ അഹലുകാരിൽപ്പെട്ട ഒരാള് അവന്റെ മഖ്സൂദിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നുണ്ട്, പക്ഷെ അവൻ ഇതുവരെ മഖ്സൂദിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അവൻ മഖ്സൂദിൽ എത്താതിരുന്നത്? ഫൽ യഅലം, അവൻ അറിയണം, അന്ന മൂജിബ ഹജ്ബിഹി ഇത്റാദുൻ ഖാമറ ഖൽബഹു അലാ ബഅദി ശൈഖി ഫീ ബഅദി ഔഖാതിഹി. അതിന്റെ കാരണം അവന് ഹിജാബുണ്ടാക്കിയില്ലേ, ലക്ഷ്യത്തിലെത്തുന്നതാണെന്നില്ല, കുറെ കാലം പാറ്റിയിട്ടു ലക്ഷ്യത്തിലെത്തുന്നില്ല, ഈ സുലൂക്കിൽ തന്നെ കഴിഞ്ഞു നടക്കുന്നു. പണ്ട് ചക്കിനൊട്ടിയ മോശ മാതിരി ചിലപ്പോ കൊല്ലങ്ങളോളം കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും, ഒരു പടി പോലും മുന്നോട്ടൊരു പുരോഗതിയും കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം അവ മനസ്സിലാക്കണം, അഹിജാബിന്റെ കാരണം ഏത്തറാദുൻ ഹാമറ കൽബഹു, അവന്റെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഏത്തറാദ് എവിടെയോ കിടക്കുന്നുണ്ടാവും, മൂടിക്കിടക്കുന്നുണ്ടാവും, പുറമേ നോക്കിയാൽ ഒന്നും കാണൂല. ഇവര് അനുസരിക്കുന്ന വലിയ ആരാധകന്റെ മതിലുണ്ടാവും, കളിയുണ്ടാകും, പക്ഷെ ഉള്ളിൽ എന്തോ എത്തറാദുണ്ട്. ശേഖമാനപ്പെട്ട ചിലരോട് അത് ചില വക്കത്തിൽ, എപ്പോഴും ഉണ്ടായിക്കൊള്ളൊന്നുമില്ല, ചില വക്കത്തിലുണ്ടാകുന്നത്. മുരീദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൂതന്മാരുടെ സ്ഥാനത്താണ് ശൈഖന്മാർ. അള്ളാഹുവിന്റെ വക്കൽ എന്തെങ്കിലും വാങ്ങിത്തരാനുള്ള ദൂതന്മാരായിട്ടുണ്ടാവുമല്ലോ. ഇവന്റെ കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കാനും മുർസലിങ്ങൾ ദൗത്യം തന്നെ. മുർസലിങ്ങൾ ദൗത്യം എന്താ പറയുന്നത്? നമുക്ക് പറയാനുള്ള ശിക്കാത്തുകൾ അള്ളാഹുവിനോട് അവർ അവതരിപ്പിക്കുന്നു. അള്ളാഹുവിന് വല്ല ഹക്കാമ പടപ്പുകൾക്ക് എത്തിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് എത്തിക്കുന്നു. അതേ സ്ഥാനത്താണ് മുരീദന്മാർക്കാര് ശൈഖന്മാരുണ്ടാകും. അപ്പൊ എത്ര അതിന്റെ സൂൽ അതമിന് രണ്ടിനമാണ്. ഇനി മൂന്നാമത്തതാണ് വൈമാബാദിന്നാസി, അല്ലെങ്കിൽ ജനങ്ങളിൽപ്പെട്ട ചിലരോടായിരിക്കും. അതെങ്ങനെ നബിലെ എത്രാദി ആരെയും അവരൊക്കെ എത്രാദ് പറയുന്ന പോലെ കമാ ബക്കാനൽ ജുനൈദ്, അതിന്റെ ഉദാഹരണം പറയാം. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വെച്ചതുപോലെ അന്നഹു റഅ ഫഖീറൻ യസ്അലുന്നാസ്, ജനങ്ങളോട് യാചിക്കുന്ന ഒരു ഫഖീറിനെ മൂപ്പർ കണ്ടു. ഫഖാല ഫീ നഫ്സിഹി, ജുനൈദ് റളിയല്ലാഹു അൻഹു മൂപ്പർ മനസ്സിൽ പറഞ്ഞെന്താണെന്നറിയോ? ലൗ അമില ഹാദാ അമലൻ, ഇയാളൊരു പണിക്ക് പോയിരുന്നെങ്കിൽ തിരക്കടില്ലായിരുന്നല്ലോ. നബിഹി നഫ്സുഹ, അവർക്ക് ജനങ്ങളെ കൈകാട്ടാണ്ട് തടി കാക്കാലോ, എന്തെങ്കിലും പണിയെടുത്തുകൂടായിരുന്നു. എന്നാൽ ലക്കാണ് അജ്മല ബിഹി, ഇയാൾക്ക് എത്ര ഗുണകരമായിരുന്നു എന്നാണ് മൂപ്പർ മനസ്സിൽ പറഞ്ഞു പോയത്. സഖലത്തഅലൈഹി ഔറാദുഹു, അന്ന് മൂപ്പർക്കുള്ള ഔറാദെല്ലാം പ്രയാസകരമായി മാറി. ഇതിൽക്കില്ലത്തി വറആ ജമാഅത്തൻ, ഒരു ജമാഅത്തിനെ മൂപ്പർ കാണുന്നു. അത്തൗലഹു ബിദാലിക്കൽ ഫഖീർ, ഈ ഫഖീറിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അലാ ഖുബാനിൻ, ഒരു ഡൈനിങ് ടേബിളിലാക്കിയിട്ട് ഫഖീറിനെ നല്ല പൊരിച്ച് പാകാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് പറയുന്നത് വഖാലു ലഹു കുൽ, നിങ്ങൾ തിന്നോളി, ഇല്ല അഹമ്മദ, അദ്ദേഹത്തിന്റെ ഇറച്ചിയത പൊരിച്ചുകൊണ്ടാന്നിട്ട് ഞങ്ങളെ തിന്നു. ഫഖദ് ഇഗ്തബതഹു, അതിന്റെ അർത്ഥം എന്താ? ഞാൻ അദ്ദേഹത്തെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. മൂപ്പർ വന്ന് ഫാസുബ യുഫത്തിഷു, അങ്ങനെ മൂപ്പർക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഫാസുബ, നേരം വെളുത്തത് യുഫത്തിഷു അലൈഹി, അദ്ദേഹത്തിന് പരതി നടക്കാൻ തുടങ്ങി ആ ഫക്കീറിന്. വജദഹു, അങ്ങനെ കണ്ടുകിട്ടി. ഫസല്ലം അലൈഹി, ആ ഫക്കീറിനോട് പോയി സലാം പറഞ്ഞു. ഫഖാല ലഹു തഹൂദു യാ അബുൽ ഖാസിം, അബുൽ ഖാസിനെ മേലാണ് ഈ പണിമത്തിലേക്ക് മടങ്ങുമെന്ന് ചോദിച്ചു. അപ്പൊ സാധാരണ ഫക്കീറല്ല അത്. ഫഖാലലാ എന്ന് പറഞ്ഞു, ഇനി മടങ്ങൂല. എന്നാ ഫഖാല ഗഫറല്ലാഹു ലക, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തേക്ക് എന്ന് പറഞ്ഞു. ഇതാണ് മൂന്നാമത്തെ സൂലതബിന്റെ ഇനം. ഇത് നാലാമത്തത് വൈമാമ നഫ്സിഹി, ഒന്നേലെ നഫ്സിനോടൊപ്പം സൂലതമാക്കാം. കാൻ യതആതാ ശഹവാതിഹൽ മുബാഹത്തി, മുബാഹായ ശഹവാത്തിനെ ഇവൻ കൈകാര്യം ചെയ്ത് വലാ യൻഹദു ഇലാ മാ യുഖദിമുഹ മിൻ മൗലാഹ, മൗലയായ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യത്തിൽ ഉത്സാഹിച്ച് പ്രവർത്തിച്ചതുമില്ല. അത് ചോദിച്ച കാര്യം കൊടുക്കുകയും ചെയ്തു, പക്ഷെ ഇവിടെ മുഹിമായ കാര്യത്തിൽ അടുപ്പിക്കാൻ കാര്യം മറ്റൊന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ നഫ്സിനെന്താക്കി? വേണ്ടതുപോലെ പിന്നെ സംരക്ഷിച്ചില്ല എന്നല്ല അർത്ഥം കിട്ടും. വേണ്ടാത്തത് കൊടുക്കുകയും ചെയ്തു, വേണ്ടത് മുടക്കുകയും ചെയ്തല്ലോ. ഇങ്ങനെയൊക്കെ വന്നിട്ടോ ഫതുഅഖറൽ, ആ മുരീദിനെ തൊട്ടിട്ട് ഈ സൂലതബ് കാട്ടിയിട്ടും റക്കൂബത്ത് തിന്തുക, റക്കൂബത്ത് വരുന്നില്ല. അപ്പൊ ഇവരെന്ത് മനസ്സിലാക്കി? ഞാൻ ചെയ്ത തെറ്റൊന്നും ആയിട്ടില്ല, തെറ്റായിരുന്നുവെങ്കിൽ അല്ലാഹു തആല തന്നെ ശിക്ഷ നടപ്പിലാക്കേണ്ടതല്ലേ, അതിവിടെ നടപ്പിലാക്കിയിട്ട് കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റല്ല, എത്തിയില്ല.
ശിക്ഷ പിന്തിയത് കൊണ്ട് ചെയ്ത തെറ്റ് തെറ്റെല്ലാം വരുമോ? അതാ എങ്ങനെ പ്രകോപത്തിനെ പിന്തിക്കൽ ബിൽ ബലായ ലാഹിറിന് ഒരു ബലാ ഓനിക്ക് നൽകപ്പെടുന്നില്ല, ശിക്ഷ നൽകപ്പെടുന്നില്ല, അസ്കാമ രോഗങ്ങൾ കൊടുക്കുന്നില്ല. വലാഫി ബാത്തിനിഹി അവന്റെ ബാത്തിനിലും ഒന്നും കിട്ടുന്നില്ല. അവൻ ബാത്തിൽ കിട്ടുന്നില്ല എന്നെ നമ്മൾ തീരുമാനിക്കുക. പുറമേ നല്ലത് നമുക്ക് പറയാം ലാഹിറൊന്നും കാണുന്നില്ല, ബാത്തിൽ കിട്ടുന്നില്ല എന്നെങ്കിൽ അബി ഹസ്ബി ജാമി അത് ഓന്റെ ജാമ്യം അനുസരിച്ച് എനിക്ക് ബാത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, വലിയ എന്നെ കൊണ്ട് കുഴപ്പമൊന്നും വന്നിട്ട് കാണില്ല എന്ന് ഓന്റെ വാദം അനുസരിച്ച് പറയാം. അല്ല ഹസ്ബി ജാമ്യം കിട്ടുന്നത് അതാ പഴക്കൂല. അവൻ പറയും ലൗ കാനഹാദ സൂആദബിൻ എന്റെ മക്കൾ നിന്ന് വന്നത് സൂഅല്ലതവായിരുന്നുവെങ്കിൽ ഇംദാദ് മുറിക്കേണ്ടതായിരുന്നില്ലേ? അപ്പൊ ഇംദാദ് മുറിച്ച കാണുന്നില്ല. കാരണം റൊക്കോബത്തിനെ പിന്തിക്കൽ എന്നത് ഇംദാദ് മുറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി. ശരിക്കും ഇംദാദ് മുറിഞ്ഞിട്ടുണ്ടാകും, പ്രത്യേക ശിക്ഷ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇംദാദ് മുറിയല് വേറെ, അതവിടെ തന്നെ ശിക്ഷ നടപ്പിലാക്കൽ വേറെ. ശിക്ഷ നടപ്പിലാക്കൽ കാണാത്തതിന്റെ പേരിൽ ഇംദാദ് മുറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചു. അതിനെ ലക്ഷ്യം പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു ഇത് സൂല്ലത വായിച്ചില്ല എന്ന് വിചാരിച്ചു. ഇത് വല്ലാതെ ജഹല് തന്നെയാണ്. എങ്ങനത്തെ എന്താ അൽ വാരദാലയമിൻ ഹദറത്തിൽ ഹഖ് സുബ്ഹാനഹു വ തആലാന്റെ വക്കൽ നിന്ന് വാരദായിക്കൊണ്ടിരിക്കുന്ന ഇംദാദ് മുറിക്കേണ്ടതല്ലേ? മാത്രമല്ല വാവൂജബൽ ഇബ്ആദ് ഇബ്ആദിനെ അത് ഉണ്ടാക്കി തീർക്കുകയും വേണ്ടേ? ഏത് ഇബ്ആദ്? ബുഅദി അൻഹു അല്ലാഹുവിനൊത്തുള്ള ബുഅദിനെ. എങ്ങനെ പോയത്? ബി അദമി ഹുദൂരി മഅഹു അല്ലാഹുവിനോടൊപ്പം എന്റെ ഹുദൂറില്ലായ്മ, അതാണ് പോയത്. കൽബ് അർത്ഥി വരുമ്പോൾ ഇബാദത്തിന്റെ രംഗത്ത് വരുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് അടുക്കാനുള്ള ഹദറത്താണ് ഏത് ഇബാദത്ത്. അവിടെ കൽബ് പങ്കെടുക്കാതെ കണ്ട കൽബ് വേറെയോടെ വാനക്കുന്നു. അപ്പൊ ഇവിടെ എന്തായി? ഇബാദത്ത് ശരിക്ക് ചെയ്യേണ്ട വസ്തുവിന് ഇതിൽ പങ്കുകിട്ടിയില്ല. അതിനല്ലേ ഹുദൂറില്ലായ്മ പോയത് അല്ലേ? ഇത് വഹാദാ ലാസിമുല്ലിമ ഖബലഹു മുമ്പ് പറഞ്ഞതിന് ലാസിമാണ്. ഇത് ഖതഅൽ ഇംദാദ് എന്ന് പറഞ്ഞു തന്നെയാണ് അതിനുണ്ടാക്കുന്ന പറഞ്ഞത്. പക്ഷെ ഇവർ പറയുന്നെന്താ? ഇതിങ്ങനെ പോലെ അല്ലാഹുതആല മുറിക്കേണ്ടതല്ലേ എന്നല്ലേ? പക്ഷെ ഫഖദ് യഖതഅൽ മദദ അൻഹു മിൻ ഹൈസു ലാ യശ്ഉറു. ഇവൻ അറിയാതെ കണ്ട് ഈ മദദ് മുറിഞ്ഞിട്ടുണ്ടാകും, ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഫഖദ് ഐ ഇന്നമാ കാന ദാലിക മിനൽ ജഹ്ലി. ജഹ്ലി ഇത് ജഹ്ലിൽപ്പെട്ടതാകാനുള്ള കാരണം ലിഅന്നഹു ഖദ് യഖതഅൽ മദദ അൻഹു മിൻ ഹൈസു ലാ യശ്ഉറു. ഈ മുരീദ് അറിയാത്ത രീതിയിൽ മദദിനെ മുറിച്ചിട്ടുണ്ടായിരിക്കും. ഇനി മദദിനെ മുറിക്കൽ എന്നത് പ്രത്യേകം ഇല്ല എന്ന് വെക്കാം. ഇതിന്റെ അപ്പുറം പുരോഗതിയില്ലായ്മ എന്നത് തന്നെ പോലെ, അതിനപ്പുറം വേറൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഉള്ളതെല്ലാം പിൻവലിച്ചിട്ടില്ലെങ്കിലും ശരി, ഇതിനപ്പുറം ഒരു പുരോഗതിയില്ലായ്മ എന്നെ മതിയാവുമല്ലോ. കന്നഡ കുറിച്ച് പറഞ്ഞേ വലൗലം യകുൻ മിൻ ഖതഇൽ മദദി അൻഹു അവനെ തൊട്ട് മദദിനെ മുറിക്കൽ എന്നതില്ലെങ്കിലും ഇല്ല മൻഉൽ മദീദ്. ഇതിന്റെ അപ്പുറം കിട്ടാനുള്ള കൂടുതൽ കിട്ടാനുള്ള മദീദ് ഉണ്ടല്ലോ, ആ മദീദായ കൂടുതലിലേക്ക് തടയപ്പെട്ടു പോയിട്ടുണ്ട്. കിട്ടിയത്തോളം കൊണ്ട് അവനെ മതിയാക്കി കളഞ്ഞു. എന്നാൽ തന്നെ എന്തായി? ലക്കാനദാലിക അത് മതിയാവും. കാഫിയം ഫി ഖതഇൽ ഇംദാദ് മദദിനെ മുറിക്കുന്ന വിഷയത്തിൽ അതിന്റെ പോലെ ഇതിനപ്പുറം എന്താ വേണ്ടത്? വഖതുഹു ഈ മദദിനെ മുറിക്കൽ എന്നതെന്താണ്? അല്ല മദീദിനെ ഇല്ലായ്മ എന്ന് പറഞ്ഞില്ലേ? മാബുദ ഉൽ ഹിജാബ് ഹിജാബിന്റെ തുടക്കം അവിടുന്ന് ആരംഭിക്കുകയും അതാ ഫൈദബുതുദിഅബിഹിൽ മുരീദ്. അവിടുന്ന് ഈ ഹിജാബ് കൊണ്ട് മുരീദ് തുടങ്ങപ്പെട്ടാൽ വലം തദാറക്കുഹു റഹ്മത്തുള്ളാഹി തആല ഫിൽ ഹാൽ ഉടനടിയായിട്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് വന്ന് വീണ്ടെടുക്കാത്ത പക്ഷം കാന മൂജിബൽ ലിസുഖൂതിഹി മിൻ ഐനില്ലാഹി തആല അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് ഇവൻ കൊള്ളരുതാത്തവനാവാൻ അത് വാജിബാക്കി കിട്ടുന്നു. ഹിജാബി അലാ കൽബിഹി കൽബിന്റെ മേൽ ഹിജാബ് സംഭവിക്കാനും അത് കാരണമായി. ബിൽ വഹ്ശത്തി നേരത്തെ അള്ളാഹിനെ കൊണ്ടുള്ള ഉൻസം വഹ്ശത്തായി നേരെ തലമറിക്കപ്പെടും. നേരത്തെ ഒഴിഞ്ഞിരിക്കുമ്പോൾ അള്ളാഹിനെ കൊണ്ട് നല്ലോണം ഉൻസ് കിട്ടുന്ന ആളായിരുന്നു. ഇപ്പൊ അത് വഹ്ശത്തായി മാറിയോണ്ട് ഇപ്പൊ പടപ്പിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങാടി പോയി പുഴന്റെ വലയിലേക്കിട്ടുണ്ടിരുന്നു. മറ്റാമൊരു ഒഴിഞ്ഞ പള്ളിയുടെ മൂലയ്ക്ക് എന്തായാലും എനിക്ക് നല്ല ഉൻസ് കിട്ടുമായിരുന്നു. ഇപ്പൊ ആ സ്ഥാനത്ത് നേരം പോകാത്തോടെ അങ്ങടി പോയിട്ട് പൊളിഞ്ഞ പോലെ ഇരിക്കേണ്ടി വരും. അതാണ് അവിടെയല്ലേ പിന്നെ ഉൻസുള്ളൂ. ഖാലിഖിനെ കൊണ്ടുള്ള ഉൻസ് മാറിയിട്ട് പഞ്ചത്തായി മാറും. ഇനി നേരത്തെ മദീന് കടയിൽ തന്നെ അതത് മുറിക്കാൻ പര്യാപ്തമായി. ഇനി വക്കതയുക്കാമോ മുക്കാമഹു ഈ ബുഅദിന്റെ മക്കാമിൽ ഇവൻ നിർത്തപ്പെട്ടിട്ടുണ്ടാവും.
ഇവൻ വിചാരിക്കുന്നില്ല എന്നെ ബോധത്തിലാക്കിയിട്ടില്ല എന്ന്. ബോധത്തിന്റെ മക്കാമിൽ നിർത്തിയിട്ടുണ്ടാകും. ബഹുവലായതിരി, അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. വലൗലം യക്കുൻ ഇല്ലാ യുഹല്ലിയക വമാ തുരീദ്, ഈ ബോധത്തിന്റെ മക്കാമിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. എന്തേ ഉള്ളൂ? ഇല്ലാ യുഹല്ലിയക വമാ തുരീദ്, ഇവൻ വിചാരിച്ച കാര്യം അത് നീ നടത്തിക്കുന്നുണ്ട്. അള്ളാഹു തആല ഇവനെ കയ്യൊഴിച്ച് കളയുന്നുണ്ട്. അതല്ലാത്ത വേറൊന്നും ഇല്ലെങ്കിൽ അത് തന്നെ മതി. മറ്റേതെന്താക്കും, ഞാൻ വേണ്ടതുപോലെല്ലാം ആക്കിത്തരാന്ന് വേണ്ടതെല്ലാം അല്ലാഹു തആല ഇഖ്തിയാർ ചെയ്ത് എന്റെ തർത്തീബെല്ലാം ശരിയാക്കി കൊടുക്കലാണ്. ഇവന്റെ തർത്തീബിലേക്ക് വിടൂല. മറ്റേതെന്താക്കും, നീ എന്താ വിചാരിച്ച അതുപോലെ നീ നടത്തിക്കോ, ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു. അതാ ഇല്ലാ യുഹല്ലിയക വമാ തുരീദു, നിന്നെ ഖാലിയാക്കി തന്നു. വമാ തുരീദു, നീ ഉദ്ദേശിക്കുന്ന കാര്യവുമായിട്ട് നിന്നെ ഖാലിയാക്കി ഞാനത് കൈകടക്കുന്നില്ല. എന്റെ പദവിയനുസരിച്ച് നീങ്ങണ്ട, നീ എന്റെ ഇഷ്ടം പോലെ ആക്കിക്കോ എന്ന് പറയുന്നതന്നെ മക്കാമുൽ മുഅ്തായി മതി. അതങ്ങനെ നഫ്സക്കാലേക്കാം, നിന്റെ നഫ്സിനെ തസ്രീത്താക്കി തന്നു. നഫ്സ് എന്താ പൂതി വെക്കുന്ന എല്ലാം പ്രവർത്തിക്കന്നെ. വയംനഅ നുസ്റതക അലൈഹ, നഫ്സിനെതിരെയുള്ള സഹായത്തിന് അല്ലാഹു തആല തടഞ്ഞു കളയും ചെയ്തു. എന്നാ തന്നെ ലക്കാന കാഫിയം ഫിൽ ബുഅദി, ബുഅദിന് വേറൊന്നും വേണ്ടതില്ല, അത് തന്നെ മതി. ഫഇന്ന ദാലിക മബ്ദഉൽ ഹിജാബ് വമാനിഉൽ ലിൽ ഖൽബി അനിദ്ദുഖൂലി ഫി ഹദ്റത്തിൽ റബ്ബി സുബ്ഹാനഹു വ തആല. അത് ഹിജാബിന്റെ തുടക്കം അവിടെ വെച്ച് തുടങ്ങി. ഖൽബ് അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കടക്കലിനെ തൊട്ട് അത് തടയുന്ന വസ്തുവുമായി. നോക്കടാ, വമിൻ നിസാഅത്തിൽ ലദബി മഅ ബഅദിന്നാസി മാ ദക്കറഹു, ഇനി ബഅദുന്നാസിനോടൊപ്പം ഇസാഅത്തുൽ ലദബ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇനി മൂപ്പറ പറയാൻ പോകുന്ന മാ ദക്കറും അടുത്ത് പറയാൻ പോകുന്നത്. മൂപ്പറയെ പറ്റി ഇവനെമ്പാദങ്ങൾക്ക് ധാരാളം പറയാനുണ്ട്. ധാരാളം കുറെ നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം കണ്ടിട്ട് പറഞ്ഞു. ബഅദുന്നാസിനോടുള്ള എത്ര അല്ലാ പറയും. എങ്ങനെ? ഇദാ റഅയ്ത അബ്ദൻ നഖാമഹുല്ലാഹു തആല ബി വുജൂദിൽ ഔറാദി വഅദാമഹു അലൈഹാ മഅ തൂലിൽ ഇംദാദ് ഫലാ തത്തഹഖിറന്ന മാ മനഹഹു മൗലാ ലിഅന്നക ലം തറഅഹു ഫീമൽ ആരിഫീൻ. നീ ഒരു അബ്ദിനെ കണ്ട്. എങ്ങനെയുള്ള അബ്ദ്? അഖാമഹുല്ലാഹു തആല, അല്ലാഹു തആല അവരെ നിലനിർത്തിയിട്ടുണ്ട്. ജഅലഹു ഖായിമൻ ബി വുജൂദിൽ ഔറാദ്, ധാരാളം ഔറാദിന്റെ വുജൂദുമായിട്ടാണ് അവനടുത്ത് ധാരാളം ഇബാദത്ത് വെച്ച് കാണുന്നത്. ഇബാദത്ത് ആകണം, വെറും കുത്തിമറയിലായിക്കൊണ്ടൊന്നും കാര്യമില്ല. കുത്തിമാനിട്ട് ആയിരം നടക്കാത്ത നിൽക്കിരിക്കുന്നതാണല്ലേ. ഇങ്ങനെ മലക്കം പറയാൻ ഒരു മണിക്കൂറുകൊണ്ട് ആയിരം നടക്കാത്ത നിൽക്കിരിക്കുന്ന പറയുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് സഹീഹായ ഔറാദ ഉദ്ദേശിക്കുന്നു. അതെങ്ങനെ? ഈ ഔറാദുകളെല്ലാം അവന്റെ പക്കൽ നിന്ന് അല്ലാഹു തആല നീക്ക് ലാഹിറാക്കി തരുന്ന കാണുന്നുണ്ട്. അതുമായിട്ട് നിലനിൽക്കുന്ന ഒരാളെ നീ കണ്ട്. വഅദാമഹു അലൈഹ, ആ ഔറാദുമെല്ലായിട്ട് അവനെ അല്ലാഹു തആല ദായിമിയായി നിർത്തിയിട്ടുണ്ട്. അതെന്നെ അഖാമെന്ന് പറഞ്ഞ മൈന തന്നെ. അത് ജഅലഹു മുദാവിമൻ അലൈഹി, മാത്രമല്ല തൂലിൽ ഇംദാദ്, അതുകൊണ്ട് കിട്ടുന്ന ഇംദാദ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് അല്ലാഹു തആല ഔറാദ് കൊടുത്തിട്ടുണ്ട്, ഔറാദ് സഹിയായി നടത്തി വരുന്നു, അതിന് നമ്മൾ ദായിമിയായി നിൽക്കുന്നു, അതുകൊണ്ട് കിട്ടുന്ന ഇംദാദുകൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാല് നീ എന്താക്കാൻ പാടില്ല? ഫലാ തസ്തഹഖിറന്ന, നീ നിസ്സാരമായി തോന്നാൻ പാടില്ല. മാ മനഹഹു റബ്ബു സുബ്ഹാനഹു വ തആല, അവന് കൊടുത്ത ആ സ്ഥാനുണ്ടല്ലോ, അത് മോശമായി താണതായി കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അവനിക്ക് വലിയ സൗഭാഗ്യം കൊടുത്തു തന്നെ വെച്ചോളൂ. എന്താന്ന് വെച്ചാൽ മഹൂനത്തെ വത്തായി തീറ വസർഫി ശവാഹനില്ലത്തി തസ്ഗലു അനിൽ ഖിയാമ ബിഹ, അവൻ അതിനു വേണ്ടി മഹൂനത്ത് കൊടുക്കുന്നു, അത് എളുപ്പമായി കിട്ടുന്നുണ്ട്. അതുപോലെ അതിനെ നിലനിൽക്കലിനെ തൊട്ട് തടയുന്ന എല്ലാ ശുഗലുകളെയും അല്ലാഹു തആല തട്ടി ദൂരപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഇതിന്റെ അർത്ഥം. ഇംദാദ്, മദദ് ഇംദാദ് എന്ന് പറഞ്ഞു. അതിന്റെ പൂല് എന്ന് പറഞ്ഞാൽ എന്താ? പൂലുൽ ഇംദാദ് എന്നല്ലേ അതിന്. വൽമുറാദ ബി തൂലി ദാലിക തവാലിഹി അലൈഹിമാ തൂലി സമാൻ, കാലം നിൽക്കുന്നതനുസരിച്ചിട്ട് അത് അവർക്ക് അങ്ങ് നിലനിൽക്കുന്നു. കുറെ കാലം ചെയ്ത് ചാടിക്കളഞ്ഞു എന്നെല്ലാം. ഇപ്പൊ പോലവും ബി തൂലി സമാനില്ലതി ഹസ്ലു ഫീഹി, ഈ ഔറാദുകൾ എത്ര കാലമാണോ കിട്ടുന്നത് ആ സമാൻ നീളുന്നതനുസരിച്ചാണ് ഇത് നീളുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വഹാദിഹി, ഈ പറയപ്പെട്ടത് സിഫത്തുൽ ലുബ്ബാദി വസ്സുഹാദ്, ആബുദീങ്ങളുടെയും സാഹിദീങ്ങളുടെ സിഫത്താണ് ഈ പറഞ്ഞത്. വർക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പക്കൽ ഇംദാദ് കിട്ടുന്നുണ്ട്, ഔറാദുകൾ അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ആരായിട്ടില്ല, ആരിഫീങ്ങളുടെ മക്കാമിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ആരിഫീങ്ങളുടെ മക്കാമിൽ എത്തിയിട്ടില്ലല്ലോ എന്ന ആ പേരും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു അത്തണ്ടെങ്കിൽ എത്തിയിട്ടുണ്ട്.
എത്തേണ്ടത് ആരിഫീങ്ങളെ മക്കാമിലാന്ന്. പക്ഷെ എത്തേണ്ടതിലെത്തിയിട്ടുണ്ടല്ലോ. അതാ പല തസ്തഹക്കിറന്ന മാ മനഹു മൗലാഹു, മൗലയായ അള്ളാഹു താല അവന് നൽകിയ ഈ കാര്യത്തിന് നീ നിസ്സാരമായി കാണാൻ പാടില്ല. എന്തിനാ നിസ്സാരമാക്കുന്നത്? ആരിഫീങ്ങളെ ലക്ഷണങ്ങൾ കാണുന്നില്ലല്ലോ എന്ന പേരും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല. വനേതായാലും ആരിഫിന്റെ പദവിയിൽ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ പറ്റൂല. മനസ്സിലാവില്ല. ആരിഫീങ്ങളെ ലക്ഷണം എന്താ? ഒന്ന്, ഇവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം അല്ലാഹു തആല തീരുമാനം പോലെ ആവുക എന്ന് ഇവന്റെ ഇഖ്തിയാർ കൊണ്ട് ഒഴിവാക്കി. അതുപോലെ ഇവന്റെ തടിയുടെ ഹന്തുകളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു, ഇവന്റെ സ്വന്തം വിറാദത്തിൽ നിന്ന്. തമാമിൽ ഹുനൂരി ബൈന യദയില്ലാഹി, അള്ളാഹുവിന്റെ ഹദ്റത്തിൽ അവൻ ദായിമുൽ ഹുനൂറായി കാണുന്നുണ്ട്. ഈ അടയാളങ്ങൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കൊണ്ടിട്ട് ഇത്തരത്തിലുള്ള ഈ ചെറിയ പഠിക്കാരനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് എത്രമായി മാറുന്ന പറയും. മാത്രമല്ല വലാ ബഹജത്തുൽ മുഹിബ്ബീന, മുഹിബ്ബീങ്ങൾക്ക് കൊടുക്കപ്പെടുന്ന ആ ബഹജത്തും ആ പ്രസരിപ്പും ഇവരിൽ പ്രകടമാകുന്നില്ലല്ലോ. അതെന്താ ബഹജത്ത്? ബഹുവമാ യഅലുഹും മിൻ ശവാഹിദിൽ മഹബ്ബത്തി വആസാരിഹ, അള്ളാഹുവിന്റെ മഹബ്ബത്തിന് സാക്ഷി നിൽക്കുന്ന ചില സാക്ഷികൾ ഉണ്ടാകുന്ന ഇവരുടെ ജീവിതത്തിൽ കാണുന്നു. അതും ആധാറും തന്നെ. മഹബത്തിന് വേണ്ടി കൽബിലല്ലേ മഹബത്ത്, ആ മഹബത്തിന് സാക്ഷിയായി നിൽക്കുന്ന ചില ലക്ഷണങ്ങൾ ഇവന്റെ പ്രവർത്തനങ്ങളിൽ കാണുന്നില്ല, അല്ലെ ഇവന്റെ മുഖത്ത് കാണുന്നില്ല. അതുകൊണ്ട് ഫൈന്ന മഹബത്ത് അല്ലാഹി തആല ഇദാ തമക്കനത് മിനൽ ഖൽബി, അള്ളാഹുവിന്റെ മഹബത്ത് കൽബിൽ ശരിക്ക് സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ ലഹറത്ത് ആസാറുഹ, അതിന്റെ ആസാറ് വെളിപ്പെടും. അലൽ ജവാരിഹി, അംഗങ്ങളിൽ വെളിപ്പെടും. ഏതുപോലെ ദവാമി ദിക്രിഹി, അതിൽപ്പെട്ടതാണ് ദിക്ർ ദായിമിയാകും. വൽ മുസാറാത്തുൽ ഇംതിസാലി അംരിഹി, അവനെന്തെങ്കിലും കാര്യം കൽപ്പിക്കുമ്പോൾ അത് ഉടനടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉളരി വരിക, ഒട്ടും താമസിക്കാതെ. വൽ അമാ അൻ ഗൈരിഹി, മഹബൂബല്ലാത്തവനെ തൊട്ടിട്ട് ഇവൻ കണ്ണു കുരുടായി പോകുക, അതിലേക്കൊന്നും ഇവനിക്ക് ഒരു ശ്രദ്ധയും വരുന്നില്ല. ഫയജ്തഹിദു ഫീ ഖിദ്മത്തിഹി, അവന്റെ ഖിദ്മത്തിൽ അവൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. വയതലദു ബി മുനാജാതിഹി, അള്ളാഹുവിന്റെ മുനാജാത്ത് കൊണ്ട് അവൻ അതിൽ നല്ല ആസ്വാദനമുണ്ടാകുന്നുണ്ട്. വയൂത്തിറു അലാ കുല്ലി മാ സിവാഹു, അള്ളാഹു അല്ലാത്ത എല്ലാ മാസിബനേക്കാളും അള്ളാഹു തആല അവൻ ഒന്നാം സ്ഥാനത്ത് കൊടുക്കുന്നു. ഇതെല്ലാം ഏതൊക്കെ? മഹബത്തിന്റെ ആസാറ്. ഇതൊന്നും ഇവരിൽ പ്രകടമാകുന്നില്ലല്ലോ എന്ന കാരണം വെച്ചുകൊണ്ടിട്ട് അവനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ആ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞതിന് കാരണം പറയുന്നത് ഏത്? നെറ്റിക്ക് നേരത്തെ മന്തിക്കായില്ലത്ത് പറഞ്ഞു. ഫലൗല വാലിദുൻ മാ കാന വിറുദുൻ, അള്ളാഹുവിന്റെ മക്കളിൽ നിന്നുള്ള വാലിദുൻ ഇലാഹി അവനിക്ക് കിട്ടുന്നില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിറുദവൻ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അപ്പോ ഈ വിറുദം തന്നെ ഒരു സാക്ഷിയാണ് തന്നെ അള്ളാഹുവിന്റെ മക്കളിൽ നിന്ന് വാലിദായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ പറയുന്നത് വലിയ പദവി കിട്ടിയില്ല, അടിക്കട്ടെ. ഫലൗല വാലിദുൻ ഇലാഹിയുൻ ഔറദഹുല്ലാഹു തആല അലാ ഖൽബിഹി, അവന്റെ കൽബിന്റെ മീൻ അള്ളാഹു ചൊരിഞ്ഞു കൊടുത്ത വാലിദുൻ ഇലാഹി ഇല്ലായിരുന്നുവെങ്കിൽ, ഏതാ വാലിദ്? മുമ്പ് പറഞ്ഞത് തജല്ലിൻ ഇലാഹിയാണ്. വാലിദിന്റെ പദം അണിയുണ്ട്, അതിൽപ്പെട്ടാണ് തജല്ലി. മാ കാന വിറുദുൻ, ഇവന് ഒരു തരത്തിലുള്ള വിരുദും ഉണ്ടാകുമായിരുന്നില്ല. എന്താ വിരുദ്? വഹുവമാ യഖഉ ബി കസ്ബിൽ അബ്ദി, അബ്ദിന്റെ കസ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എന്ന് പറയും വിരുദ് എന്ന് പറയും. നേരത്തെ അതിന്റെ ജമ്മാണല്ലോ ഔറാദ്. മിൻ അൻവാഇൽ ഇബാദാത്തി, ഇബാദാത്തിൻ അൻവാകളാൽ കസലാത്തിൻ വസിയാമിൻ വദിക്രിൻ ഇലാ ഗൈരി ദാലിക്, ചിലപ്പോൾ നോമ്പാകാം, അല്ലെങ്കിൽ നമസ്കാരമാകാം, ദിക്റാകാം, ഇങ്ങനെ തുടങ്ങി. ഐ പയക്കോണി ഹെത്തിക്കാർക്ക് ലഹു കില്ലത്തുൽ അദബി മഅഹു. ഇപ്പൊ ഇത്രയും പറഞ്ഞു വന്നെന്താണ്? അത്തരം ആളുകളെ ഹെത്തിക്കാറാക്കരി അവരോട് കാട്ടുന്ന സൂൽ അദബാണ്. മുമ്പ് സൂൽ അദബിന്റെ 3 ഇനാണ്ടിട്ടുണ്ട്. വൽ ഹാസിലു, എന്താ മൂപ്പർ പറഞ്ഞു വരുന്നത്? അന്ന ഇബാദുല്ലാഹിൽ മഖ്സൂസീന യൻഖസിമൂന ഖിസ്മൈൻ, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ മഖ്സൂസിങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ അൻവാറ് കൊണ്ട് അല്ലെങ്കിൽ അവന്റെ വാരിദാത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടവർക്കാണ് മഖ്സൂസിങ്ങൾ എന്ന് പറയുന്നത്. അവര് ഇസ്മൈനിൽ 2 കിസ്മുണ്ട്. ഒന്നെന്താ? മുഖറബീന, ഒന്ന് മറ്റൊന്ന് അബുറാർ. അപ്പൊ മുഖറബീങ്ങളുടെ പദവിയിൽ ഇയാൾ എത്തിയിട്ടില്ല, അബുറാരീങ്ങളുടെ പദവി നിൽക്കുന്നതായി കാണപ്പെട്ടാൽ അതിനെ കുറ്റപ്പെടുത്തിക്കൂടാ, അതൊരു പദവിയായിട്ട് അംഗീകാരം കൊടുത്തോളണമെന്ന് പറയും. അപ്പൊ ചില തസോഫിന്റെ എന്താവും ഫിഖ്ഹ് ആളെ കുറ്റപ്പെടുത്തും, അത് പറ്റൂല. മാഹിർ ഫിഖ്ഹായിട്ട് മാത്രം കെട്ടിത്തിരിയുന്നുണ്ടാന്ന്. ഇതല്ലേ കാര്യമായ ഇൽമ്.
അത് പറഞ്ഞുകൂടെ. അല്ലാഹു തആല അവർ അതുകൊണ്ടാണ് നിർത്തി. ആ പദവിനെ കുറ്റപ്പെടുത്തിക്കില്ല. ശിക്കും വേണ്ടത് തന്നെയാണല്ലോ. അപ്പൊ മുഖറബീങ്ങളുണ്ട്, അബ്റാറുണ്ട്. ഈ രണ്ട് കിസ്മാണ്. ഫൽ മുഖറബൂന ഹുമുല്ലദീന ഉഖിദു അൻ ഹുദൂദിഹിം വ ഇറാദാതിഹിം. മുഖറബീങ്ങളാകുമ്പോൾ അവർ നഫ്സിന്റെ ഹല്ല്, അവരുടെ സ്വന്തം ഇറാദാത്തിനെ തൊട്ടെല്ലാം അവരെ പിടിച്ചെടുക്കപ്പെട്ടിട്ട് വഖാമു ബി ഹുഖൂഖി റബ്ബിഹിം, റബ്ബിന്റെ ഹക്ക് കൊണ്ട് മാത്രം നിൽക്കുക, ബാക്കിയെല്ലാം റബ്ബ കൈകാര്യം ചെയ്യുന്നത്. ഉബൂദിയ്യത്തല്ലഹും ലഹു, റബ്ബിന്റെ കംപ്ലീറ്റ് ഉബൂദിയ്യത്തിൽ, ഇബാദത്തല്ല ഉബൂദിയ്യത്താക്കിയിട്ടാണ്. ഇബാദത്തിന്റെയും ബാത്തിനാണല്ലോ ഉബൂദിയ്യത്ത്. വതലബൻ ലിമർളാതിഹി, അവന്റെ പൊരുത്തത്തിനെ തേടിക്കൊണ്ടു, വേറൊന്നും പറഞ്ഞില്ല. വമാ മഖ്സൂദുഹും ജന്നാത്തുൻ എന്നല്ല പറഞ്ഞു. വഹാഉലായി ഹുമുൽ ആരിഫൂന വൽ മുഹിബ്ബൂന, അവർക്കാണ് ആരിഫീങ്ങൾ മുഹിബ്ബീങ്ങൾ എന്നൊക്കെ പറയും. അവരാണ് അതായത് ഇന്നക ലം തറ അലൈഹി ഫീമൽ ആരിഫീന വബാല ബഹദത്തുൽ മുഹിബ്ബീൻ എന്ന് പറഞ്ഞു. ആരിഫീങ്ങൾ മുഹിബ്ബീങ്ങൾ മത്തിൽ തന്നെ പറഞ്ഞില്ലേ? അതാ ലം തറ അലൈഹി ഫീമൽ ആരിഫീന വഹുമുൽ ആരിഫൂന വബാല ബഹദത്തുൽ മുഹിബ്ബീൻ വൽ മുഹിബ്ബൂന വൽ അബ്റാറ ഹുമുൽ ബാഖൂന മഅ ഹുദൂറിഹിം വ ഇറാദാതിഹിം, അവരുടെ നഫ്സിന്റെ ഹദ്ദിനോടൊപ്പം അവർ നിൽക്കുന്നുണ്ടാകും. വഖാമു ബി ഇബാദത്തി റബ്ബിഹിം, കണ്ട നേരത്തെ ഉബൂദിയ്യത്ത് എന്ന് പറയുന്ന പകരം ഇവിടെ പറഞ്ഞതാ വഖാമു ബി ഇബാദത്തി റബ്ബിഹിം, റബ്ബിന്റെ ഇബാദത്തുമായിട്ട് നിന്നാണ്. ഇബാദത്ത് ടഫിന് വ്യത്യാസങ്ങളില്ലേ? പക്ഷെ അവിടെ എന്തുണ്ട്? തമഅൻ ഫീ ജന്നത്തിഹി വഹറബൻ മിൻ നാരിഹി എന്ന്, ജന്നത്തിനെ തേടലുമുണ്ട്, നാറിനെ തൊട്ട് രക്ഷ പ്രാപിക്കലുമുണ്ട്. അപ്പൊ ഹല്ലുണ്ട്. വകുല്ലു വാഹിദിൻ മിന്നും, ഈ രണ്ട് വിഭാഗമായാലും മംദൂദുൻ, അവർക്ക് ഇംദാദ് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. ഫീ മഖാമിഹി അല്ലദീ ഹുവ ഫീഹി, അവർ ഏത് മക്കാമിലാണോ ഇപ്പൊ നിന്നത് ആ മക്കാമിൽ അവർക്ക് എന്താക്കി അതിന്റെ മതത്തിൽ നൽകപ്പെടുന്നുണ്ട്. അപ്പോ വലിയ സ്ഥാനത്തെത്തിയിട്ടില്ല എന്ന കാരണം വെച്ചിട്ടിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൂടാ. ചെയ്യുന്നുണ്ടല്ലോ അവരുടെ പ്രവർത്തനത്തിലുണ്ടാവുമല്ല. ചിക്കന്റെ കിതാബ് മുത്താല ചെയ്യാൻ പാടില്ല, തസൂഫിനെ മുത്താല ചെയ്യാൻ പാടുള്ളൂ എന്ന് മറ്റവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. മുമ്പേത്തെ ഫുഖഹാകൾ സൂഫിയാക്കൾ തന്നെയാണല്ലോ. ആരോ സൂഫിയല്ലാത്ത ഫക്കീനൊന്ന് കാണിച്ചാൽ നട്ടെ മുൻകഴിഞ്ഞ് ഏതെങ്കിലും സലഫുകാരിന് തലമുറയിൽ ഫിഖ് അറിയാത്ത സൂഫിയും കാണിച്ചാൽ നട്ടെങ്കിലും ഏതെങ്കിലും ആ സാമ്പിളിനെ അംഗീകരിക്കപ്പെടുന്ന ഒരാളെ കാണിച്ചു. ഇപ്പൊ ഈ ലോകത്ത് പൈസ ഉണ്ടാക്കേണ്ട പുതിയ മാർഗങ്ങളിൽപ്പെട്ടല്ലേ ഇത്. പൈസ ഉണ്ടാക്കാൻ പുതിയ 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 മാനദണ്ഡങ്ങൾ എന്താ തേടുന്ന് ഒന്ന് വിടുമ്പോ ഒന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കല്ലേ. അതിനെപ്പറ്റിയല്ലല്ലോ ചർച്ച. അവർ മന്ദൂദീകളാണ്. എന്തുകൊണ്ട്? ഈ മതത്തിൻ ഇലാഹിയാലും മതം അലമ്പ നമുക്ക് കണ്ടത് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞത്. ചില തത്വം ഈ പെണ്ണുകൊണ്ട് നിൽക്കുന്ന മറ്റു ചിലർ പുനൂന് ബാഹിറായ പുനൂനുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവരെ ചിലപ്പോ ഹാലിനെ സത്യ ചെയ്യാൻ വേണ്ടിയുള്ള ഹിക്മത്തായിരിക്കും വന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. വലിയ അവരൊക്കെ മാറ പദവി ഓരോണ്ടാകാൻ അലഫാദ് കൊണ്ട് ചോരാവും. വെറും ഞാകൊണ്ട് കറുപ്പുകൊണ്ട് ചൂടായിട്ടുണ്ടാവും. അവരുടെ ലക്ഷ്യം മറന്നുകൊണ്ടല്ല അതിന്റെ വായന. അപ്പൊ നമ്മളെ ധാരണകളിൽ പോകുന്നതാണ്. അബ്ദുൽ ഖാദർ ജീലാനി ഞങ്ങൾക്ക് സൂഫിയാകാനേ അറിഞ്ഞുള്ള ഫിഖും നോർക്ക് അറിയില്ല. അവർ ഫിഖ് മസാല അറിഞ്ഞെടുക്കൂല. നാളെ സ്റ്റേജ് മുന്നിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു വിഭാഗത്ത് പറഞ്ഞ അബ്ദുൽ ഖാദർ ജീലാനി ഞങ്ങൾ പറഞ്ഞത് അത് വിഭാഗത്തെടുക്കുന്ന ഉരിയാതിടാം. ഫിഖ് വേണ്ടത് ഇബിനെ ചടങ്ങളാണ്. അപ്പൊ ഇബിനെ ചടങ്ങൾ ഉരിയല്ലാത്തതാണ് അല്ലെ. മെഡിക്കൽ തങ്ങൾ ഫിഖ് അറിയാത്തവര്, ഇബിനെ ചടങ്ങളും അതായത് തസവുഫ് അറിയാത്തവർ. എന്താ ഈ വിവേചനം എവിടെ നിന്ന് വന്നു? ആ മദതുനിലാഹി ഇഖ്ലാമിൻഹു, അവരെ വക്കൽ നിന്ന് തേടുന്നുണ്ട്. അൽ ഖിയാമ ബിഖൗഫി ദാലിക്കൽ മഖാം, ആ മഖാമിന്റെ ഹക്ക് ഉന്നോളണം എന്നാണ് ഓർഡർ കേൾപ്പം. വഇലാ ദാലിക അശാറ ബിഖൗലിഹി, ഇതിലേക്കാണ് മൂപ്പർ ഇനിയും ഇശാറത്താക്കുന്നത്. ഖൗമുൻ അഖാമഹുമുൽ ഹഖ് ലിഖിദ്മതിഹി വഖൗമുൻ ഇഖ്തസഹും ബിമഹബ്ബതിഹി എന്നല്ല. രണ്ട് കിസ്മത്ത് അപരാധികളാണ് ആദ്യം പറയുന്നത്. ഖൗമുൻ അഖാമഹുമുൽ ഹഖ് ലിഖിദ്മതിഹി, അള്ളാഹുവിന്റെ ഖിദ്മത്തിന് വേണ്ടി ചില അള്ളാഹുത്തെ തെരഞ്ഞെടുത്തിട്ട് നീ അവിടെ വെക്കുന്നുണ്ട് ഇഖ്തിയാർ ചെയ്തിട്ടുണ്ടാവും. ഐ ബിത്വാഅതിഹി ലാഹിരിയത്തി, ലാഹിരിയായ താത്താണ് ഇവിടെ ഖിദ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹത്താ തലഹു ലിജന്നതിഹി, അവർ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുന്ന ആളുകളായി മാറിയിട്ടുണ്ടാവും. വഹുമുസ് സാഹിദൂന വൽ ആബിദൂന കമാ മറ, അതാണ് അബ്റാറിങ്ങൾ എന്ന് പറഞ്ഞില്ലേ. വഖൗമൻ, വേറൊരു കൗമൻ ഇഖ്തസഹും ബിമഹബ്ബതിഹി, മഹബ്ബത്ത് കൊണ്ട് അവർ പ്രത്യേകമാക്കിയിട്ടുണ്ടാവും. അവർ മഹബ്ബത്തിന്റെ ഹലാണ്.
ഹത്താ സലഹു ലിഖുർബിഹി, അവരാണ് റബ്ബിന്റെ ഖുർബിന് പറ്റുന്ന ആളുകൾ. മറ്റേ സ്വർഗത്തിൽ കയറാനായിട്ടുള്ളൂ. വദ്ദുഖൂലി ഫീ ഹദ്റത്തിൽ ദുഖൂലിന് വേണ്ടി, അതാണ് വഹുമുൽ മുഹിബ്ബൂന വൽ ആരിഫൂൻ. വൽ കുല്ലു, എല്ലാവരും അതിന്റെ ഇന്തിസാബിയ ഖിദ്മത്തിഹി മഹബ്ബത്തിഹി, ഹീന ലമീറത്തേക്ക് അള്ളാഹിലേക്കാണ്. അപ്പൊ ഒന്നെങ്കിൽ ഖിദ്മത്ത് കൊണ്ട് അല്ലെങ്കിൽ മഹബ്ബത്ത് കൊണ്ടെന്നുണ്ട് അള്ളാഹിലേക്ക് ഇന്തിസാബുണ്ട്. വൽ കുല്ലു മുസ്തരിഖൂന ഫിൽ ഇന്തിസാബി ഇലൈഹി, അള്ളാഹുവിലേക്ക് ഇന്തിസാബ് ചെയ്ത് നിലാഫത്ത് ചെയ്ത് പറഞ്ഞില്ലേ. വ ഖിദ്മത്തിഹി, ഖിദ്മത്തും ഉണ്ട്. ഈ മഹബീങ്ങൾക്ക് ഖിദ്മത്തില്ലായ്മയില്ലല്ലോ. ഓരോ മഹബത്തിന്റെ ആളുകൊണ്ട് വെറുതെ ഇങ്ങനെ ചായം കുറിച്ച് കുത്തിരിക്കുന്നല്ല. നമ്മ മഹബത്തിന്റെ ആളാണ്, നമ്മളിങ്ങനെ കോറ്റപ്പെടേണ്ടതാന്ന് അങ്ങനെയല്ല. ഖിദ്മത്ത് രണ്ടിലുണ്ട്. പക്ഷെ ലാക്കിൻ ഖിദ്മത്തുൽ അവ്വലീന, ഒന്നാമത് പറഞ്ഞവരുടെ ഖിദ്മത്ത് അക്തറുഹാ ബിൽ ജവാരിഹി, അംഗങ്ങളെ കൊണ്ടായിരിക്കും. അക്തറു, ബാത്തിൽ തീരെയില്ല എന്നല്ല പറയുന്നത്. അക്തറു വല്ലാഖരീന, രണ്ടാമത് പറഞ്ഞവർ അക്തറുഹാ ബിൽ കൽബി, കൽബ് കൊണ്ട് അക്തറു എന്നല്ലാണ്ട് തീരെ ഖിദ്മത്തില്ല എന്നവും പറഞ്ഞിട്ടില്ല. ഇവർക്ക് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു തആല എന്റെ ഒരു ആയത്ത് എടുത്തു വെക്കുന്ന ഇത് തന്നെ, കുല്ലൻ നുമിദ്ദു ഹഉലായി വഹഉലായി മിൻ അതാഇ റബ്ബി. ദുനിയാവിന്റെ അധികാരമുണ്ട്, ആഖിറത്തിന്റെ അധികാരം ആയത്തിലെണ്ണി. എന്നിട്ട് പറഞ്ഞു ദുനിയാവിൽ കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ്, പരലോകത്ത് കൊടുക്കേണ്ടതും ഞാൻ തന്നെയാണ്. കുല്ലൻ നുമിദ്ദു ഹഉലായി, കുല്ലൻ എന്ന് വെച്ചാൽ ദുനിയാവിന്റെ ഹരികാരായാലും ശരി ആഖിറത്തിന്റെ ഹരികാരായാലും ശരി കൊടുക്കേണ്ടത് നമ്മളാണ് ഇംദാദ് ചെയ്യുന്നത്. വഹഉലായി മിൻ അതാഇ റബ്ബി, അതിന് റബ്ബിന്റെ അത്തായിൽപ്പെട്ടതുമാണ്. അപ്പൊ ഇവിടെ എന്താക്കി, ആ ആയത്തിനെ അങ്ങനെ തന്നെ നിശ്ചിതരാലാക്കിയിട്ട് ഒന്ന് ഖിദ്മത്തിന്റെ ഹരികാർക്ക് കൊടുക്കേണ്ടതും ഞാൻ തന്നെയാണ്, മഹബത്തിന്റെ ഹരികാർക്ക് കൊടുക്കേണ്ടതും ഞാൻ തന്നെയാണ്. വഹഉലായി മിൻ അതാഇ റബ്ബി, ഇതെല്ലാം റബ്ബിന്റെ ദാനധർമ്മത്തിൽപ്പെട്ടതാണ്, സ്വന്തമായിട്ടൊന്നുമില്ല. വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ, അല്ലാഹുവിന്റെ അതാ അവൻ കൊടുക്കാൻ ഇറങ്ങിയാലേ ആ ആരാർ തടയപ്പെടുന്നതുമല്ല. മംനൂഅൻ മകറാ. فإذا شهد العبد انفراد الله تعالى بهذه الإقامة والتخصيص, ഒരഅബ്ദ് അല്ലാഹു തആല തനിച്ചവനാണ് എന്ന് എന്താക്കി, ശുഹൂദാക്കി. എന്തുകൊണ്ട് തനിച്ചിരിക്കുന്നു? ബിഹാദിഹിൽ ഇഖാമത്തി, ഒന്നാമത്തത് ഖൗമുൻ അഖാമഹും എന്ന് പറഞ്ഞ അവിടെ ഇഖാമത്ത്. തഖ്സീസ് ഏതാ? ഖൗമുൻ ഇഖ്തസ്സഹും എന്ന് പറഞ്ഞാണ് തഖ്സീസ്. അപ്പൊ ഒന്നാം ശിക്ക് അവിടത്തേക്ക് പോയി, രണ്ടാം ശിക്ക് ഇവിടത്തേക്ക് വന്നു. കേട്ടാ, മനഅഹു ദാലിക, ആ ശുഹൂദ് അവനെ തടയും. അമ്മാ ദുഖിറ, മുമ്പ് പറഞ്ഞ മിനൽ ഇഹ്തിഖാർ, ആ കുറ്റം കുറവാക്കി കാണലുണ്ടല്ലോ, അതിനെ അവനെ തടയുന്നതാണ്. ഇവനെന്താ ഫുനൂനുമായിട്ട് ബന്ധപ്പെട്ട്, ഇവനെന്താ ബാത്തിനായാലും കൊണ്ട് ബന്ധപ്പെടാത്ത, ഇവരെന്താ അതുമായിട്ട് കഴിഞ്ഞുകൂടി, ഇവന്റെ എങ്ങനെയാക്കിയത് എന്ന് പറഞ്ഞിട്ടുള്ള ആ വിവേചനവും ഇതാക്കലും തരംതിരിക്കലോ ഒന്നും അതുണ്ടാവില്ല. അപ്പൊ നമ്മൾ നേരത്തെ പോയ മധബിൽ കൂടി അതിപ്പോ നീക്ക് മനസ്സിലായിരിക്കും. ഇത് കുറ്റപ്പത്തി കൂടെ അവർ ഹക്കായിട്ട് കൂട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പൊ ഓരോരുത്തർക്ക് സേവനത്തിന് അല്ലാഹു തആല നീ ഇതിന് സേവനം ചെയ്ത് നിർത്തിയതാണ്, ഇത്രയും പറയാൻ പറ്റുള്ളൂ. ചിലക്ക് രണ്ടിനും ഉണ്ടാവും. തസവഫിലും ബാഹിലും ബാത്തിലും എല്ലാത്തിനും തസാനീഫും, എല്ലാത്തിനും പ്രസംഗങ്ങളും, എല്ലാത്തിനും മുനാദറിയും ഫതാവയും എല്ലാം ഉണ്ട്. ചിലർക്ക് ഫിഖിന്റെ മോളെ മാത്രം കൂടിയിട്ടുണ്ടാവും, തസവഫിനെ പറ്റി അത് വേറെ ഉണ്ടാക്കി കിതാബ് വഹിക്കുമെന്നാവില്ല. ചിലരെന്താക്കും, തസവഫ് മാത്രം പറഞ്ഞിട്ട് ഫിഖ് ഇന്ന കിതാബ് വഹിക്കുന്നുണ്ട്. ചിലർ ഒത്തോടി കൂടിയിട്ടുണ്ടാവും, ചിലർ നഹബിൽ കൂടിയിട്ടുണ്ടാവും. അത് ദീനിന്റെ ഓരോ ഖിദ്മത്തുകളാണ്. അതാ ആല അബൂ യസീദ് റളിയല്ലാഹു. അപ്പൊ ഇങ്ങനെ ശുഹൂദാകുന്ന ആളുകൾക്ക് പിന്നെ ആരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, അവന്റെ ശുഹൂദ് തന്നെ തടഞ്ഞോളൂ എന്നാ പറയും. നമ്മ പറഞ്ഞിട്ട് നീ അങ്ങനെ പറയല്ല, നീ ഇങ്ങനെ വിവേചനം കാട്ടല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാല അബൂ യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തല അല്ലാഹു അലാ ഖുലൂബി ഔലിയാഇഹി, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൽബിന്റെ മേലിൽ അല്ലാഹു തആല പ്രത്യക്ഷപ്പെട്ടു. ഫമിൻഹും, നോക്കുമ്പോ അക്കൂട്ടത്തിലുണ്ട് ചിലര് മല്ലം യകുൻ യസ്ലഹു ലിഅംദിൽ മഅരിഫത്തി സർഫൻ, മാരിഫത്ത് അങ്ങനെ തന്നെ തനിച്ച മാരിഫത്തിനെ വഹിക്കാൻ ഓറെ പറ്റൂല, അയോഗ്യരാണ് എന്ന് കണ്ടു. ഓരെന്താക്കി ഫത്തഖലഹും ഇബാദത്തിയോ, നീ കുറെ ഇബാദത്ത് എടുക്കുന്നത് ഞങ്ങൾ ചൂലാക്കി വിട്ടു, ക്രമേണ മാരിഫത്ത് കൊടുത്തിലേക്ക് അതിന് യോഗ്യരാകുന്നത് വരെ എന്താക്കും, നീ കുറെ ഇബാദത്ത് വെച്ച് അങ്ങോട്ട് കഴിഞ്ഞുകൂടുന്നത് ചൂലാക്കിയിട്ടുണ്ടാവും. അതോടെ തീർന്നു. ഇനി പറയാൻ പോകുന്ന അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള വാരിദാത്തും ഇലാഹിയത്തുണ്ടല്ലോ, അത് ചിലപ്പോ പുറത്ത് കിട്ടുന്നുണ്ടാവും.
അപ്പുറം അത്തരം മത്തിൽ പറഞ്ഞിട്ടുള്ളൂ. തേക്കുംപാടം പറ്റി അത് ഇപ്പം തുടങ്ങിയിട്ടില്ല. അത് ഇബിനബാദങ്ങൾ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളെയും മുപ്പത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സ്ഥലത്തിൽ ഇന്ന കലാമിൽ മുപ്പറത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി പറയുന്നത് അള്ളാഹുവിന്റെ വക്കൽ നിന്റെ വാരിദാത്തിന് ഇലാഹി ഉണ്ടല്ലോ, അത് ഓർക്കാപ്പുറത്ത് ചിലപ്പം കിട്ടും. അതെന്തിനാണ്? ഇതിന് കളമൊരുക്കിക്കൊണ്ട് ഇബാദത്തെല്ലാം എടുത്തിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അതെന്താണ് ഈ കാരണം പറഞ്ഞ അള്ളാന്റെ ഹിക്മത്താണ്. ഇത് അള്ളാന്റെ ഔദാര്യം മാത്രമാണ്. നിങ്ങൾ കാത്തിരുന്നതെന്ന് പറഞ്ഞാൽ കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് ചിലപ്പോൾ ദേവാ ചെയ്തെക്കുന്നതിനാണ്. ചിലപ്പോൾ കാത്തിരുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, കാത്തിരിക്കാത്ത അത് കിട്ടിയിട്ടുണ്ടാവും. അത് മറ്റോറെ ദേവ പൊളിക്കാൻ വേണ്ടിയാണ്. എന്നാക്കേ കിട്ടുള്ളൂ, നമുക്ക് കിട്ടൂല എന്ന് ഒരു ബാധ ഉണ്ടാവുമല്ലോ, അത് പൊളിക്കാൻ വേണ്ടിയാന്ന് പറയും. വാരിദാത്തുൽ ബഗത്തല്ലാത്ത രീതിയിൽ, ബഗത്തൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായി സംഭവിക്കലല്ലാത്തതാവൽ വളരെ കുറവാണ്. അപ്പൊ കാത്തിരുന്നാൽ ചുരുക്കം കിട്ടലുണ്ട്. ബഗത്തനാവലാണ് പതിവ്. ബഗത്തനല്ലാത്ത രീതിയിൽ കിട്ടൽ വളരെ കുറവാണ്. തീരെ കിട്ടൂല എന്നല്ല പറയുന്നു. ഇല്ല, ബഗത്തൻ എന്ന് പറഞ്ഞാൽ ഒരു മുൻ ഒരുക്കമില്ലാതെ കണ്ട് ഓർക്കാപ്പുറത്ത് കിട്ടൽ എന്നതാണ് കൂടുതൽ. അല്ലാത്ത കിട്ടൽ വളരെ കുറവാണ്. അപ്പോൾ കാത്തിരിക്കുന്നവർക്ക് തീരെ കിട്ടൂല എന്നും പറയുന്നില്ല, എല്ലാം ഭക്തത്തിനായിട്ടേ കിട്ടുള്ളൂ എന്നും പറയുന്നില്ല. തീരണ്ട വൽ മുറാദു ബിഹ, ഈ വാരിദാത്തുൽ ഇലാഹി കൊണ്ടുള്ള ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ഉലൂമുൽ വഹബിയ്യത്തു, അധ്വാനമില്ലാതെ കിട്ടുന്ന വഹബിയായ ഉലൂമുകളാണ്. വൽ അസ്റാറുൽ ഇർഫാനിയ്യത്തായ അസ്റാറുകളുമാണ് മാരിഫത്തുമായി ബന്ധപ്പെട്ടത്. അല്ലത്തി യുതഹിഫുല്ലാഹു ബിഹാ ഇബാദഹു, അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് അത് സമ്മാനമായി നൽകുന്നു. വലാ തകൂനു ഫിൽ ഗാലിബി, അതാ പറയുന്നത് വലാ തകൂനു ഫിൽ ഗാലിബി, ഗാലിബിലും അതാകൂല ഇല്ലാ ബഗതൻ, പെടുന്നനെ ഓർക്കാപ്പുറത്തായിരിക്കും ഉണ്ടാവുക. അത് ഏതൊരവസരത്തിലും വരാം എന്നുള്ള ആ പ്രതീക്ഷ അതുണ്ടായിരിക്കും. ഐ ഫുജാതൻ, ബഗതൻ എന്ന് പറഞ്ഞാൽ ഫുജാതൻ മിൻ ഗൈരി ഇസ്തിദാദില്ലഹ, അതിന്റെ വേണ്ടി ഒരു ഒരുക്കി തയ്യാറെടുപ്പുണ്ടല്ലോ. ഇബാദത്ത് കൊണ്ടോ മീൻ സലാത്തിൻ വസിയാമിൻ വഗൈരിഹിമ, നോമ്പെല്ലാം നോക്കി ഇബാദത്തെല്ലാം എടുത്തതിന് ഒരുങ്ങി തയ്യാറാക്കൽ എന്നൊരു ബഗത്തൊന്നും ഇല്ല, ഒരു തയ്യാറെടുപ്പില്ലാതെ കണ്ട് കിട്ടലാണ് ഗാലിബിന്. അപ്പം ബഗത്തൻ അല്ലാത്ത രീതിയിൽ കിട്ടൽ കുറവാണെന്നുണ്ടല്ലോ, ഗാലിബിനെതിരാണെന്നുണ്ടല്ലോ. അതെന്തിനാ അങ്ങനെയാക്കുന്നത്? എന്നാൽ നേരത്തെ തയ്യാറായിട്ട് കാത്തിട്ടുന്നാക്കല്ലേ കൊടുക്കേണ്ടത്. അതിന് അലച്ച പിടിച്ച് നിൽക്കുന്നാക്കി ഓന്റെ യോഗ്യത കൊണ്ടാണ് കിട്ടിയതെന്ന് വരാൻ പാടില്ല. ഇതിന് അള്ളാഹുവിന്റെ തിരക്കൂട്ടുന്നാക്കി ഇപ്പം തരൂല, നീ വന്ന അങ്ങനെ അജലത്ത് കാട്ടല്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോ ചെയ്യും. ഉദ്ബാദീങ്ങൾ അതിനെ ദഅവാ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആക്കുന്നത്. അതിന്റെ കാരണം ഉദ്ബാദീങ്ങൾ എന്തുകൊണ്ട് യറൗന അന്നഹും അഹ്ലുല്ലഹ, ഇത് കിട്ടാനുള്ള അഹില് ഞമ്മക്കല്ലേ എന്നവർ കാണാതിരിക്കാൻ പഠിക്കാൻ അല്ലാഹു അപ്രകാരം ചെയ്യുന്നു. എന്താ അവർക്ക് കിട്ടാനുള്ള കാരണം എന്താന്ന്? ഈ വജൂദിൽ ഇസ്തിഅദാദ് ഞമ്മക്കുണ്ടല്ലോ, നമ്മൾ ഇബാദത്തെല്ലാം തയ്യാറാക്കിയിട്ട് അതിന് അർഹത യോഗ്യരായിട്ടുണ്ടല്ലോ എന്ന് വാദിച്ചക്കണ്ട. ലഹ, ഈ വാരിദാത്തിന്റെ ഫിൽ ഔറാദി വൽ ഇബാദാത്തി, ഔറാദിലും ഇബാദത്തിലൊക്കെ നല്ലോണം കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ تمسكا بقوله صلى الله عليه وسلم من ربه ولا يزال عبدي يتقرب إلي بالنوافل حتى أحبه, അവർക്ക് തെളിവാറ്റ് മുറുകെ പിടിച്ചിട്ടുണ്ടാകും. അബ്ദ് നവാഫിൽ കൊണ്ട് എന്നെ കൊണ്ട് അടുത്തുകൊണ്ടേയിരിക്കും ഞാൻ അവരെ മഹബത്ത് വെക്കുന്നത് വരെ. അപ്പൊ യതഖറബയിലെ ബിന്നവാഫിലാണ് ഏത് ഇസ്തിദാദ് ഉണ്ടാക്കല് അല്ലെ, ഹത്താ ഉഹിബ്ബഹു ആണ് ഏത് ഈ വാരിദാത്തുനിലാഹിനെ തിരിച്ചു കൊടുക്കല്. അപ്പോ ആ ഹദീസിൽ എന്തുണ്ട്? ഇവനക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇത് കിട്ടും എന്നുള്ളൊരു ഒരു പിടിച്ചോക്കലുണ്ടല്ലോ. ആ ഹദീസ് കൊണ്ട് ഓറ് പിടിച്ച്. പക്ഷേ ഒരു മറുവശം എന്തായി? അവർ ഗാഫിലീങ്ങളായി അൻകോനി ഹിമ്മത്തി മുതഅല്ലിഖത്തൻ ബിദ്ദാരിൽ ആഖിറതി ലാ ബിഹി ഫലാ തഹസുലു ലഹും മഅരിഫതുഹു. ഇവരെ ഹിമ്മത്ത് മുഴുവനും ദാരുൽ ആഖിറത്തുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബിനോട് ബന്ധപ്പെട്ടതായിട്ടില്ല. അപ്പൊ ഒരു മഖ്ലൂക്കിൽ വിട്ട് മറ്റൊരു മഖ്ലൂക്കിനോട് ബന്ധപ്പെട്ടതേ ആയിട്ടുള്ളൂ. പക്ഷെ അവിടെ ഗഫലത്ത് വന്നിട്ടുണ്ട്. അവിടത്തേക്ക് ഓരോ ചിന്ത എത്തിയിട്ടില്ല. ദുനിയാവിനെ ചാടിയിട്ടുണ്ട് കാര്യം ശരി, പക്ഷെ ദുനിയാവിനെ ചാടിയപ്പോ ആഖിറവുമായി ബന്ധപ്പെട്ടല്ലോ. ആഖിറം എന്നുള്ള അള്ളാന്റെ അവിടെ തന്നെയല്ലേ. ലാബിഹി റബ്ബുമായി ബന്ധപ്പെട്ടു എന്നതിനെ തൊട്ടിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതിനെ തൊട്ട് അവർ ഗഫലത്തായിട്ടുണ്ട്. ഫലാ തഹസുലു ലഹും മഅരിഫതുഹുൽ ഖാസ്സത്തു, അതുകൊണ്ട് ഖാസ്സത്തായ മഅരിഫത്ത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും.
വാരിദാത്തുൻ ഇലാഹിയത്തും കിട്ടിയാന്ന് വരും. വഹാസിലുഹു അന്നൽ വാരിദാത്തി ഹദായ മിനല്ലാഹി തആല. മൂപ്പർ ചുരുക്കത്തിൽ പറഞ്ഞതെന്താണ്? വാരിദാത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഹദിയകളാണ്. വമിനഹും മിൻഹു, റബ്ബിന്റെ പക്കൽ നിന്നുള്ള മിൻഹത്തുമാണ്, സമ്മാനങ്ങളാണ്. ഫലാ തഹ്സലു, എന്നപ്പുറം വമിനഹും മിൻഹു ഫലാ തഹ്സലു അഖബ സാദിഖത്തി വബിഫൗരിഹാ ബൽ തഹ്സലു ബഅദ ദാലിക ബഗതതൻ വഹസൂലുഹാ അഖബൽ ഇബാദാത്തി നാദിറുൻ ഖലീലുൻ. അത് സാദിഖത്തായിട്ട് ഇങ്ങനെ കാത്തുനിന്ന ആ കാലയളക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, ഉടനടിയായിട്ടും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്ത് കിട്ടും? ബാൽ തഹസില് ബാധ താലിക്ക, ചിലപ്പോ ശേഷമായിരിക്കും കിട്ടുക ഭാഗത്തത്തെ, പെട്ടെന്ന് കൊടുക്കൂല. വഹസൂലു അക്കമൽ ഇബാദാത്ത്, ഇബാദാത്തിന്റെ ഉടനടിയായിട്ട് കൊടുക്കല് നാദിനും കലയിലാണ്. അതാണ് ഗാലിബിനെതിരേക്ക് നമ്മ മനസ്സിലാക്കി വെച്ചല്ലേ. പക്ഷെ ശരിയായ കാതലായ അക്കത്തിൽ കിടന്നു നോക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റുവെച്ചിട്ടുണ്ടല്ലോ. അതവിടെ തീർന്നു. ഇനി ചിലരുണ്ട് ചോദിച്ചോളിയും ചോദിക്കാൻ വന്നോളിന്ന് പറഞ്ഞിട്ട് ചോദിക്കാനായിട്ട് വേദിയെട്ടി വെക്കല. ആർക്ക് എന്താ ചോദിക്കാനുള്ള ചോദിച്ചോളി എന്ത് ചോദിച്ചപ്പോ ഞാൻ ഉത്തരം പറയുന്നുണ്ട് കത്തിക്കില്ലേ. ആ ജാഹിലാന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണത്. ആരെങ്കിലും ചോദിച്ചതിന് ആവശ്യത്തിന്റെ കത്തിന് മാത്രം അതിന് മറ്റം പോലെ മറുപടി പറഞ്ഞു കൊടുക്കാന്നല്ലാണ്ട് ചോദിക്കാനായിട്ട് ഒരു ബൂത്ത് കെട്ടി വെക്കുക, മുളയും കോലും എല്ലാം വന്നിട്ട് ചോദിച്ചോളി എന്തിനു ചോദിച്ചാലും ഉത്തരമുണ്ടെന്ന് പറയുന്നത് അത് ഏറ്റവും ജഹാലത്തിന് അലാമത്താണ്. അതിന് വേറൊന്നും പറയേണ്ടയില്ല. ചോദിക്കപ്പെട്ടതിനൊക്കെ മറുപടി പറയുന്നു. അവന് ഷാഹിദായ കാര്യങ്ങൾ എന്തുണ്ടോ അതിനെ തൊട്ടെല്ലാം ഇവൻ ഇബാറത്തിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വദാകിറൻ കുല്ലമാ അലിമ, അവൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എവിടെ ഒരു പിടിച്ചു വെക്കലോ ഒരു പഞ്ചവും ഇല്ല. ചോദിക്കപ്പെട്ടതിനൊക്കെ മറുപടി. പിന്നെ ഷാഹിദായ വസ്തുവിനെ പറ്റിയല്ല ഇബാറത്ത്. അവിടെ ഇബാറത്തല്ല വേണ്ട, ശരിക്കും ഇഷാറത്ത് പോകണമെന്നാ പറയുന്നത്. അറിഞ്ഞ കാര്യത്തിനെ പറ്റിയല്ല ഒരു പറച്ചലി. എന്നാൽ ഫസ്റ്റ് അതില്ല വിദാലിക്ക, ഈ മൂന്നെണ്ണം കൊണ്ട് നീ ദലീല് പിടിച്ചോന്നാണ്. ഏതല്ലോ? ഒന്ന് ഇജാബത്ത്, മുജീബൻ എന്ന് പറയുമ്പോ ഇജാബത്ത്, മറ്റൊന്ന് ഇബാറത്ത്, മറ്റൊന്നെ പറച്ചലി. ഈ മൂന്നെണ്ണം കൊണ്ട് ദലീല് പിടിച്ചു. അലാ വുജൂഹി ജഹലിഹി, അവന് ജഹലാണ് ഉള്ളത് എന്ന് ദലീല് പിടിക്കാൻ എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ സീസൺ ടൈമിന് ലോറിയും മുളയും ഉണ്ടോ കർട്ടനും എല്ലാം മാറിക്കെട്ടി ചോദിക്കാൻ പിടിക്കാം. എന്താ നിങ്ങൾ ചോദിക്കാൻ പാ എന്താ ഉലർക്കെ നമ്മൾ ചോദിക്കുന്നത്? നിങ്ങൾ ചോദ്യം നമുക്ക് പഠിപ്പിച്ച ഇന്നത് ചോദിക്കുക നമ്മളോട്, നമ്മൾ ഉത്തരം പറയുന്നില്ല. അതൊരു തൊഴിലാന്ന്. പിക്കപ്പ് അവിടെ തന്നെ ഉണ്ടാവും. ആ പിക്കപ്പ് സാധനങ്ങൾ വാടക കിട്ടണ്ടേ? അതാ മൂന്നെണ്ണല്ലേ പറഞ്ഞേ. അതാ അൻ കുല്ലിമാ സുഇലാൻ മിനൽ ഉലൂമില്ലത്തി യുഫീദുഹു അല്ലാഹു അലാ ഖുലൂബി സാലികീന വൽ മവാഹിബിൽ ലദുന്നിയ്യത്തില്ലത്തി യഖുസ്സു ബിഹൽ ആരിഫീൻ. സാലികീങ്ങളെ കൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു കൊടുക്കുന്ന ഉലൂമുകളെ പറ്റി എന്ന് ചോദിക്കുന്നു. എന്തല്ല ഇൽമാൻ? അതായത് ഒന്നാമത്തെ മർത്തബ സാലികീനെ പറ്റി. വൽ മവാഹിബിൽ ലദുന്നിയ്യത്തില്ലത്തി യഖുസ്സു ബിഹൽ ആരിഫീൻ, ആരിഫീങ്ങൾക്ക് അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കുന്ന ലദുന്നിയായ മോശാരകരമായ ഒരു, അതാ രണ്ടാം മർത്തബ. അതിനെപ്പറ്റി എല്ലാം ചോദിക്കുന്ന അതെല്ലാം മറുപടി തന്നെ. ഒന്ന് വമുഅബ്ബിറൻ അൻ കുല്ലി മാ ശഹിദ ഐ ശഹിദഹു വദാഖഹു ബിബാതിനിഹി, ഇവന്റെ ബാത്തിനെ കൊണ്ട് ഇവൻ രുചിച്ചറിയുകയും ഷാഹിദാവുകയും ചെയ്ത ഷുഹൂദ് ലഭിച്ച കാര്യമുണ്ടല്ലോ, അതിനെപ്പറ്റി ഇബാറത്തിടാൻ പാടില്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഇഷാറത്ത് മാത്രമേ പാടുള്ളൂ. വഹിയത്തിൽക്കൽ ഉലൂമുൽ മവാഹിബാണ് ഇവന്റെ ആ ഷാഹിദായ വസ്തു എന്ന് പറയുന്നു. വദാകിറൻ കുല്ലമാ അലിമ മിനത്തിൽക്കൽ ഉലൂമിൽ നിന്ന് അവൻ അറിഞ്ഞതിന് മുഴുവനും പറയുന്നുണ്ട്. എന്നാൽ ഫസ്തദില്ല ബിദാലിക അലാ വുജൂദി ജഹ്ലിഹി, എന്തുകൊണ്ട്? ലിഅന്ന ഇജാബതഹു അൻ കുല്ലി സുആലിൻ, അതാണ് ഒന്നാമത്തേത്. എല്ലാ സുആലിനും അവൻ ഇജാബത്തിടലി തഖ്തദി ഇഹാതഹു ബികുല്ലിൽ മാലൂമാത്ത്, എല്ലാ മാലൂമാത്തിനെ പറ്റിയും എനിക്കറിയാന്നുള്ള ദേവന്റെ പരിണിതഫലമാണല്ലോ കാണുന്നത്, അല്ലേ? വദാലിക മുഹാലും ഫീ ഹഖി, അത് പടപ്പുകൾ ഹക്കിൽ മുഹാലാന്നല്ല, എനിക്ക് എല്ലാത്തിനും പറ്റി ഹഖ് അറിയാന്ന് പറയും. ഖാല അല്ലാഹു തആല വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അതാണ് ഒന്നാമത്തെ തെറ്റ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾ കൊട്ടാകെ നൽകപ്പെട്ടത് ഇൽമിൽ നിന്ന് അല്പമല്ല നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഊതീതും എന്ന് പറഞ്ഞ ജമാ മജ്മൂഅനെ ഖലീലയുള്ളൂ. ഇതില്ലേ
അവരാണ് അതിന്റെ ഒരു പ്രശ്നം. രണ്ടാമത്തതോ ഈ ചോദിക്കുന്നവനാര് എന്തിന് ചോദിച്ചു എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തണല്ലോ. ഇവൻ നേത്രാത്തിന്റെ വേണ്ടി ചോദിച്ചാണോ, നേരം കളയാൻ വേണ്ടി ചോദിച്ചതോ, ചിലപ്പോൾ ഓന്റെ കയ്യിലുള്ള ഇൽമ വാറാക്ക് വെളിപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഇവനെ കൊണ്ട് പറയിക്കുന്നുണ്ടാകും. എന്നിട്ട് എന്താക്കണ്ട നിങ്ങളൊക്കെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലേ ശരിയെന്ന്. അല്ലെങ്കിൽ വേറെ ആരെയും ഉടക്കാൻ വേണ്ടി ചരിക്കും. അതിനൊന്നും ഇവൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതാ വലിയ മുറാഅത്തു ഹാലിസ്ഥായില് ചോദ്യകർത്താവിന്റെ ഹാല് പരിഗണിച്ചുകൂടെ മറുപടി പറയല്ലേ വാജിബ്. അതൊന്നും ഇരിക്കാൻ തർക്കിക്കാനാണ്, കാര്യം അറിയാനാണോ? തർക്കിക്കാനാണോ നേരെയില്ല എന്നതിന്റെ മറുപടി. നമുക്കിവിടെ സമയമില്ല. ഫഖദിലായകൂനു ബാലിസ്ഥായിരീന ചോദ്യകർത്താക്കന്മാരിൽപ്പെട്ട ചിലർക്ക് ഉണ്ടാകൂല അഹലിയത്തുൻ ലിൽ മസ്ഊലി അൻഹു. എന്തിനെ പറ്റിയാണ് അവൻ ചോദിക്കുന്നത് അതിന് ഉത്തരം കിട്ടാൻ അഹലിയത്ത് ഉണ്ടാവില്ല. ഒരു വണ്ണം കെട്ടറിയാത്ത മനുഷ്യർക്ക് കഥനെ പറ്റി ചോദിക്കുന്നുണ്ടാവില്ലേ? കഥനെ പറ്റി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനുള്ള അഹലിയത്ത് ആദ്യം പണ്ടേ. ഫതകൂനു ഇജാബത മിത്ലി, അത്തരത്തിലുള്ള ചോദ്യകർത്താവിനോട് മറുപടി പറയലാകും മിനൽ ജഹ്ലി, ജഹലിൽപ്പെട്ടതായി മാറും. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടെണ്ണം പറഞ്ഞു തീർത്തത്. ഇനി രണ്ടാമതെന്നുണ്ട് മുഅബ്ബിറൻ എന്നൊരു താബീർ അവരുണ്ട്. അതാ തഅബീറുഹു അൻ കുല്ലി മശ്ഹൂദിൻ ലഹു, അവന്റെ മശ്ഹൂദായ എല്ലാ കാര്യങ്ങളെ തൊട്ടും ഇബാറത്തുണ്ടത് ഫീഹി നൗഉം മിൻ ഇഫ്ശാഇ സിദ്ദി, രഹസ്യം പുറത്തു പറയലാണ് അതിന്റെ ഉള്ളിലുണ്ടായത്. അല്ലത് എങ്ങനെയുള്ള രഹസ്യമാണ്? യജിബ് കത്തുമാനും, അത് മൂടിവെക്കലായിരുന്നു വാജിബ്. വഖദ് ഖാലു, മഹാന്മാർ പറഞ്ഞു, ഖുലൂബുൽ അഹ്റാർ ഖുബൂറുൽ അസ്റാർ. അഹ്റാരിയങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ സ്വതന്ത്രന്മാർ എന്ന് പറയുന്നില്ലേ, എല്ലാത്തിന്റെ പിടുത്തത്തിൽ നിന്നും മോചിതരാക്കപ്പെട്ട സ്വതന്ത്രന്മാരായ വലിയ മഹാന്മാര്. അവരുടെ കൽബ് എന്ന് പറഞ്ഞാൽ അസ്റാറുകളെ അടക്കം ചെയ്യപ്പെട്ട കബറാണ്. കബറിലുള്ള സാധനം വാജി വെച്ച് പുറത്തുടലില്ല എന്നാണ്. കബർ എന്ന് പറഞ്ഞാലല്ലേ. മാത്രമല്ല വസ്സിറു, സിറ് എന്ന് പറഞ്ഞ എന്താ സാധനം? അമാനത്തുല്ലാഹി തആല, അല്ലാഹുവിന്റെ അമാനത്താണ്. ഇത് പൊത്തി അടിച്ചക്കല്ലേ അബദിന്റെ അടുക്കല്. ഈ സിറിനെ പരസ്യപ്പെടുത്തൽ ബിത്താബീരി അൻഹു, അതിനെ തൊട്ട് നേർക്ക് നേരെ ഇബാറത്തിട്ട് ഇഫ്സാദ് ചെയ്യൽ ഖിയാനത്തുൻ, ഈ അമാനത്തിനോട് കാട്ടുന്ന വഞ്ചനയാണ്. അതാണൊരു പ്രശ്നം. ഇനി അത് അസൽ ഇബാറത്തിടലിനെ പറ്റി പറഞ്ഞത് വചന പരിപാടിയാണ്. മാത്രമല്ല വായിലൻ ഫൽ ഉമൂറുൽ മശ്ഹൂദത്തു, ഈ മശ്ഹൂദാകുന്ന ഷാഹിദാക്കപ്പെടുന്ന കാര്യങ്ങള് ലാ ഇസ്തഅമല ഫീഹ, അതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല ഇഷാറത്ത് വൽ ഈമാൽ, അതിൽ ഇഷാറത്തും ഈമാലും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. സൂചനാ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയാൻ പാടില്ല എന്നാണ്. സൂചനയെ കൂടി തിരിഞ്ഞത് തിരിഞ്ഞോളൂ. അപ്പോ വസ്തിമാലുള്ള ഇബാറത്ത് ഫീഹ, ആ ഇഷാറത്ത് ഈമാനിന് പകരം ഇബാറത്ത് ഉപയോഗപ്പെടുത്തൽ ഇഷഹാറുള്ള, അതിന്റെ വില കുറക്കലും. ഓരോരോ പ്രശ്നത്തിന് ഇഷാറത്ത് കൊണ്ട് പറഞ്ഞാൽ അതിന്റെ മൂല്യം നൽകപ്പെടുന്നുള്ളൂ. കേട്ടോ അല്ലേ? നമ്മളെ പറഞ്ഞില്ല ഇപ്പൊ ഈ മുത്തശാബിഹായ ആയത്തിൽ കാണുന്നില്ല. മുത്തശാബിഹായത്തിൽ എന്താ ഉണ്ടാവില്ല, അള്ളാഹുവിനെ പറ്റിയുള്ള ചില ഓരോ മഹാരിക്കുള്ള കാര്യമായിട്ട് അതിന്റെ ചർച്ചാ വിഷയത്തിൽ ഉണ്ടാകില്ല. അതങ്ങനെ തന്നെ പരസ്യമായിട്ട് പറയാത്ത രീതിയിൽ ഒരു സൂചനാ രീതിയിലല്ലേ പറഞ്ഞിളക്കിയത്. ഈ ഇഷ്ഹാറാക്കിയാൽ എന്താ? ഇബ്തിലാലുഹ, അതിന്റെ മൂല്യം കുറക്കൽ വരുമെന്ന് പറയും. ഇനി ഒന്ന്, ഇനി ഇബാറത്തിട്ടാലോ ഇഷാറത്തിന്റെ അത്രയും തിരിയാണ്ടാകലാണ് ഇബാറത്തൊന്നും ഉണ്ടാവില്ല. കാരണം ഇബാറത്ത് ഇത്തരം കാര്യങ്ങൾക്ക് പറയാൻ വേണ്ടി വെച്ചതല്ല. ഓരോന്നിനും അതിന്റേതായ സാധനം ഉണ്ടാവുമല്ലോ. ഇപ്പം പറയാ, വലിയ കൊടുവാടെടുത്തിട്ട് മുടി കളയാൻ കഴിഞ്ഞ ഒരൊറ്റ മുടി പോയി കിട്ടും നോക്കിയിട്ടൊന്ന്. സത്യാളോ കൊടുവാടെടുത്തിട്ട് മുടി കളയാൻ കഴിഞ്ഞാല് ഒരു മുടിയും കിട്ടൂല. ഇങ്ങനെ കലപടി ഇങ്ങനെ പോവാൻ തന്നെയാണ് അല്ലേ? ഇവിടെ എടുത്തിട്ട് പറവത്താൻ കഴിഞ്ഞ് നോക്കിയട്ടെ, ഒരു ചീട് പോലും മുറിഞ്ഞു കിട്ടൂല. അപ്പൊ ബ്ലേഡിന്റെ മൂർച്ച ഒരു പ്രത്യേക ശൈലിയുള്ളതാണ്, മറ്റേന്റെ മൂർച്ച വേറൊരു ശൈലിയിലുള്ളതാണ്. അത് ഇവിടെ ഉപയോഗപ്പെടുത്തിയ ഇത് ശരിയാവൂല, ഇതിനകത്ത് ശരിയാവൂല. അപ്പൊ രഹസ്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇഷാറത്ത് വെച്ചിരിക്കുന്നത്. ആ ഇഷാറത്ത് കൊണ്ട് തിരിനാക്ക് തിരിഞ്ഞോളൂ. അത് അത്രേ പോണ്ട. ഇഷാറത്തിന്റെ ഏറ്റവും വലിയ ഇബാറത്തായി മാറി. നേരെ മറിച്ച് അത് ഇബാറത്തിട്ടൊന്ന് വെളിവാക്കിക്കാന്ന് വെച്ചാൽ ഉള്ള തിരിഞ്ഞും തിരിയാണ്ടായാലേ ഉണ്ടായിരുന്നു. സുമ്മ ഇന്നൽ ഇബാറത്ത അൻഹ, ഇനി ആ അത്തരം കാര്യങ്ങളുണ്ടല്ലോ, ആ ഉലൂമുകളെ തൊട്ട് ഇബാറത്തിട്ടാൽ ലാ തസീദുഹ ഇല്ലാ ഗമൂദൻ, അത് നിഗൂഢതയെ വർദ്ധിപ്പിക്കാന്നല്ലാണ്ട് വെളിവാകലല്ല ഉണ്ടാകല്. നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കല്ല പോവുക. വൻകിലാക്കാൻ, അത് കെട്ടിക്കൊടുക്കുക വർദ്ധിക്കല ഉണ്ടാകല്.
എന്തുകൊണ്ടെന്നറിയോ? അന്നൽ ഉമൂറ ദൗഖിയ്യത, ഇതൊക്കെ ദൗഖിയായ കാര്യങ്ങളല്ലേ. ആ ദൗഖിയായ കാര്യങ്ങൾ എത്തഹിൻ ഇദ്റാഖുഹാ ബിൽ ഇബാറത്തിൻ മുത്ഖിയ്യത്തി, സംസാരത്തിന്റെ ഇബാറത്ത് കൊണ്ട് അത് ഇദ്റാഖ് ചെയ്യൽ മുസ്തഹീലാണ്. ദൗഖിയായ കാര്യം ഇബാറത്തിലാവില്ലല്ല. അത് ദൗഖ് ചെയ്ത ആളുകളോട് പരസ്പരം അങ്ങോട്ട് പറഞ്ഞോളൂ, ഇഷാറത്താക്കി. ഇന്ന് നമ്മൾ അവരെ നോക്കിയ അച്ചാറ് അതെ എന്നുണ്ടാവും. ആ തൊട്ട് കുട്ടിയാൽ കുറയ്ക്കാൻ തളയ്ക്കുന്ന ആളെല്ലാം അതിനെപ്പറ്റി ശരി വെക്കുന്നു. മറ്റവൻ ഇങ്ങനെ വീട്ടിക്കുന്നുണ്ടാവും. ഇവൻ അച്ചാറ് കൂട്ടിട്ട് ഇനി അത് തീർന്നു. ഇനി മൂന്നാമത്തെ ഏതാ? വദാക്കിറൻ കുല്ലുമാലിമാന്ന് പറഞ്ഞിട്ടുണ്ട്. അതഞ്ഞതാ പറയുന്നത്. വദിക്കുറുഹു ലികുല്ലി മാലൂമില്ലഹു, അവന് അറിയപ്പെട്ട എല്ലാ മാലൂമാത്തിനെയും പറയല് ദലീലുൻ അലാ അദമി തഫ്രീഖത്തിഹി ബൈനൽ മാലൂമാത്ത്, മാലൂമാത്തിന്റെ ഇടയിൽ ഇവനിക്കൊരു വിവേചനമില്ല. ആരോടും എന്ത് ഇൽമും ഏതവസരത്തിലും പറയാന്നുള്ള വിവേചനമില്ലാത്ത രീതിയാ വരുന്നത്. വഖദ് യകൂനു ഫീഹാ, മാലൂമാത്തിന്റെ ഇടയിലുണ്ട് മാലാ യസിഹു ദിക്റുഹു, പറയൽ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട്? ലിമാ യൽസമു അലൈഹി മിനൽ ദററി വൽ ഫസാദ്, അതിനാൽ ദററും ഫസാദും ഉണ്ടായിത്തീരും. വഇൻകാരൻ നാസി ലഹു, ജനങ്ങളത് ഇൻകാറാക്കാനും കഴിയും. ഇതാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനൽ ഇൽമി കഹയത്തിൽ മക്നൂൻ, ഇൽമിൽപ്പെട്ട ചിലതുണ്ട് മക്നൂനായ ഒരു കോലത്തിലുള്ള. മക്നൂൻ എന്ന് പറഞ്ഞാൽ ഒരു ഖസാനയിൽ മറച്ചുവെക്കപ്പെട്ട സാധനത്തിനെ പോലെ. ലാ യഅരിഫു ഇല്ലൽ ഉലമാഉ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ടുള്ള പ്രത്യേക ഉലമായിനല്ലാതെ അത് തിരിയൂല. ഫൈദാ അദ്ഹറൂഹു, ഇവരെങ്ങാനും അത് ലാഹിറാക്കിയാൽ അൻകറഹു അഹ്ലുൽ ഗിബ്റത്തി ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഉലമാ അല്ലാതെ കണ്ട് ഗുറൂറിൽ കഴിഞ്ഞുകൂടുന്ന ആളുണ്ടാവില്ല, എന്തെല്ലാം മനസ്സിലാക്കി വെച്ചേ, അവർ ഇവർക്ക് നേരെ പടവള തുടങ്ങാൻ തുടങ്ങും. ഇവനെന്താ പറഞ്ഞത്? ഇവൻ മനസ്സിലാക്കിയതായിരിക്കും ഇലുമെന്ന ഇളമ്പിൽ തിരിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ തഹത്തേക്കുന്നതാന്ന് പറഞ്ഞിടത്താൽ മറ്റവർ എത്ര എന്ന് പറഞ്ഞിട്ട് ഇവനാ ഉയർക്കളി. വഖാല അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റബ്ബ ജൗഹരി ഇൽമിൻ ലൗ അബൂഹു ബിഹി ലഖീല ലീ അൻത മിമ്മൻ യഅബുദുൽ വതന വലതഹല്ല റിജാലും മുസ്ലിമൂന ദമി യറൗന അഖ്ബഹ മാ യഅ്തൂനഹു ഹസനാ. യാ എന്ന് പറഞ്ഞാൽ അവർ മുനാദനെ സങ്കല്പിച്ചാണോ? എന്റെ കൗമികളെയെന്നോ എന്തെങ്കിലും യാ നമ്മൾ വിളിക്കല്ലേ. യാ എന്ന് പറഞ്ഞാൽ അതിനെ വെളിപ്പെടുത്താണ്. റുബ്ബ ജൗഹരി ഇൽമിൻ, ഇൽമാകുന്ന എത്ര എത്ര മുത്തുകളാണ് എന്റെ അടുക്കലുണ്ടെന്നർത്ഥം. ലൗ അബൂഹ ബിഹി, ഞാൻ അതുകൊണ്ട് പരസ്യമാക്കി പറഞ്ഞാൽ ഇവിടെ ഒരു കേട് സംഭവിക്കും. ലഖീലലി, എന്നോട് പറയാൻ തുടങ്ങും, അൻത മിമ്മൻ യഅബുദുൽ വതന, നീ വിമാനവനാണ്, നീ ഇസ്ലാമിൽ തന്നെ പുറത്തു പോയിരിക്കുന്നു എന്ന് എല്ലാവരും കൂടി കുഴപ്പമുണ്ടാക്കി കൊടുക്കും. കാരണം ഓരോടക്കൽ അത്രേ പഠിച്ചിട്ടുള്ളൂ. ഓരോ പഠിച്ചതിന് അപ്പുറം ഇൽമില്ലാന്ന് ഇവർ മനസ്സിലാക്കി വെച്ച് അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വിമാനാഥകനാണ് എന്ന് പറയും. മാത്രമാ വലത്തഹല്ലരിജാലും മുസ്ലിമൂന, മുസ്ലിമീങ്ങളായ കുറച്ച് ആളുകള് ഹലാലാക്കാൻ പറയും. ദമി, എന്റെ ചോര നശി, ഇയാളെ കൊല്ലണോന്ന് പറയും. അത് കൊല്ലൽ അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പൊ യറൗന, അവർ കാണുന്നത് അക്ബഹമായ യഅ്തൂനഹു, അവർ ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു പണി അവർ കാണുന്നത് ഹസനൻ, നല്ലതായിട്ട് കാണുന്നത്. കാരണം യുദ്ധ ഇയാളെ കൊല്ലല് ശറയിൽ വാജിബ എന്ന് പറയും. അപ്പൊ ശറയിൽ വാജിബ് എന്ന് പറഞ്ഞാൽ ഹസനായ പണിയല്ലേ. അപ്പൊ ഇവർ ചെയ്യുന്ന ഏറ്റവും വടക്കായ ഒരു പണിയെ നല്ല പണിയായിട്ട് കണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. ഇന്നി ലഅക്തുമു മിൻ ഇൽമി ജവാഹിറഹു കൈലാ യറൽ ഖൽഖു ജഹലിൻ ഫയഫ്തതിനാ. ഇന്നി ലഅക്തുമു, ഞാൻ തീർച്ചയായും മറച്ചു വെക്കുന്നുണ്ട്, മിൻ ഇൽമി, എന്റെ ഇൽമിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്, ജവാഹിറഹു, കുറെ ജൗഹറായ കുറെ രത്നങ്ങളെ ഞാൻ മറച്ചു വെക്കുന്നുണ്ട്. അത് കൂടാണ്ട് കഴിയൂല. എന്തിന്? കൈലാ യറാ ദാക്കദു, ദാക്കാന്നല്ലേ വേണ്ടി അടന്നല്ല ഹക്കാണ്. ഒന്നെങ്കിൽ ഖൽഖൂന്നാകണം, അല്ലെ ദാക്കാന്നാണ് ഇതിലുള്ളത്, മിൻഹാജുൽ ആബിദീന്റെ വീട്ടിലുള്ളത്. അതിനെ കാണാതിരിക്കാൻ വേണ്ടി ദൂജഹിലിൻ, ജഹലുടെ ഒരു മനുഷ്യനത് കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കണ്ടാൽ എന്താകും? ഫയഫ്തതിന, അവൻ ഫിത്നയിലാകും. ഒരു ജാഹിൽ ഇത് കണ്ടെത്തിയാല് ഓൻ ഫിത്നയിലായി പോകും. അതുകൊണ്ടാണ് ഞാൻ മറച്ചു വെക്കുന്നത്. കൈലാ യറാ ദാക്കാന്നാണ് നമ്മളെ കാണപ്പെടത്തിലുള്ളത്. മിൻഹാജുൽ ആബിദീന്റെ തുടക്കത്തിലുണ്ടത്.
വഖാല അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹഖീൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിൽ നിന്ന് ഞാൻ കണാപ്പാടമാക്കിയിട്ടുണ്ട്, ജിറാബൈന മിനൽ ഇൽമി, ഇൽമിന്റെ 2 പാത്രം. അമ്മാ അഹദുഹുമാ, അതിൽപ്പെട്ട ഒരു പാത്രം, വബസഫതഹുഹു ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. അത് പൊതുവെയുള്ള ഉലൂമുകളാണ്. വഅമ്മൽ ആഖറു, മറ്റൊരു മാത്രം ഉണ്ടല്ലോ, ഫലോ ബസസ്തുഹു, അത് ഞാനെങ്ങാനും വിതരണം ചെയ്താൽ ലഖത്തഅതും മിന്നി ഹാദൽ നുൽഖോം, എന്റെ ഈ തൊണ്ട നിങ്ങൾ മുറിച്ചറിയുന്ന പറഞ്ഞു. ഈ നുൽഖോം നിങ്ങൾ മുറിച്ചറിയും, അവിടെ അത് പുറത്ത് പറയൂല. അപ്പൊ അവിടെ ഉണ്ടല്ല ഒരു മറച്ചോക്കണ്ട ചില ഉലൂമുകൾ. വലിത, ഇതുകൊണ്ടാണ് ഖുതിലൽ ഹജ്ജാജു, ഹല്ലാജു എന്നവരെ കൊല്ലപ്പെട്ടത് ബിഇഫ്ശാഇ ശൈഇൻ മിൻ ദാലിക, മറച്ചു വെക്കേണ്ട ഇൽമിൽ നിന്ന് ചിലത് പുറത്തു പറഞ്ഞ കാരണത്തിലാണ് കൊല്ലപ്പെട്ടത്. അത് ഈ കാതിൽ പണ്ട് പറഞ്ഞല്ലോ, കൊല്ലപ്പെടാൻ വേണ്ടി ലാഹിറിന്റെ ഉലമാക്കന്മാർ ഓറയത്തിട്ട് അതിനെതിരായി പോയത് കൊണ്ട് എന്താക്കി കൊല്ലാൻ പറഞ്ഞു. ബാത്തിനുള്ള ഉലമാക്ക് എന്തുകൊണ്ടാ ശരിവെച്ചു? അത് പുറത്ത് പറയേണ്ട കാര്യം, പറയാത്ത കാര്യം, പറയാൻ പാടില്ലാത്ത കാര്യം ഇതിന് പറഞ്ഞു എന്നല്ല, ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് വെച്ചാണ്. പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞാൽ അങ്ങനെ കിട്ടട്ടെ, അങ്ങനെ വെച്ചാൽ. ലാഹിന്റെ നാടൻ മൂലം മാറും. ഇത് അല്ല, ചെറു പുറത്ത് പറഞ്ഞ വകയിലാണ്. അത് ഒരു അതിനെ കൊല്ലാൻ വേണ്ടി ചെറു പുറത്ത് പറഞ്ഞ ആളെ കൊല്ലുന്ന സമ്മതം കൊടുക്കുന്നല്ലോ. അത് മബായിത്തിലും ഈ കഥ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ സമ്മതിച്ചാളല്ലേ കൊല്ലുന്ന കൊന്നോട്ടുന്നുണ്ട്. എന്നാ ഇവർക്ക് തഹ്വീലില്ലേ? തഹ്വീലില്ലായിട്ടല്ല, തഹ്വീലാക്കാൻ മാത്രം ഇതിന് പുറത്തു പറഞ്ഞു ഗൈറത്താന്നു. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു 2 ഭാഗം ഒപ്പിച്ചിട്ട് പറഞ്ഞു, മുപ്പത് പറയാൻ പറഞ്ഞുപോയി, എന്നാൽ എന്ത് തഹ്വീലെടുത്തിട്ട് അപ്പോൾ ഞാനുണ്ടെങ്കിൽ ഞാനോ കൈ പിടിച്ചിട്ട് നീ രക്ഷപ്പെടുത്താനുള്ള മാർഗം ഞാൻ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മുപ്പ 2 കൂടെ സമന്വയിപ്പിച്ചത്. അല്ലാതെ പറഞ്ഞാൽ ഉദരം കൊടുത്ത് കൊല്ലാണ്ട് രക്ഷപ്പെടുത്താനുള്ള മാർഗം ഞാൻ നോക്കായിരുന്നു. നടക്കുന്ന ശരയ്യാരൂപിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളെ പഴയക്കന്മാർക്ക് എതിരായിട്ട് വന്നോ, ഈ ഓറ മനസ്സിലാക്കിയതിനെതിരായിട്ട് വന്നാൽ അന്നേ വെച്ച് മുടിയാക്കൂലേ. ഇങ്ങനെ വദാല ഹൈഫക്കാല മാഫിൽ ജുബത്തി ഇല്ലല്ലാ എന്ന് മൂപ്പർ പറഞ്ഞു. മൂപ്പർ പറഞ്ഞ വാക്കിനെ പറ്റി വ്യക്തശിലാക്കുണ്ട്. അതിൽപ്പെട്ട ഓരോ കൗലാണിത്. റാഹിയത്തിനെ പറ്റി വിശാലമായി സംസാരിച്ചിട്ടുണ്ട്. കിസാൻ എല്ലാ ജാരാന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ സംഭവം എന്തായാലും മുഴുവൻ വിശദീകരിക്കുന്നുണ്ട് റാഹിയത്തിന്റെ സറഹിന്. വദാലിക അന്ന അഹ്ലല്ലാഹി യുദ്രികൂന വുജൂദല്ലാഹി ഫിൽ അശ്യാ. വദാലിക അതെന്താണ്? അള്ളാഹുവിന്റെ അഹ്ലുകാർ എല്ലാ അശിയാക്കളിലും അള്ളാഹുവിന്റെ വുജൂദിനെ അവർ ഇദ്റാക്ക് ചെയ്യുന്നുണ്ട്. ഐ ഖിയാമഹു ബിഹാ. എന്താ വുജൂദിനെ ഇദ്റാക്ക്? വുജൂദ് എന്ന് പറഞ്ഞാൽ അതൊരു സിഫത്തല്ലേ. വുജൂദിനെ പറ്റി നമ്മൾ പണ്ട് പറഞ്ഞ എന്താണ്? ദാത്താന്നാണ്. അപ്പോ എല്ലാ അശിയാക്കളിലും ദാത്തിനെ ഇദ്റാക്ക് ചെയ്യുന്നു എന്ന് തോന്നിപ്പോകുമല്ലോ. അതിന് നമുക്ക് തർവീൽ കൊടുക്കുന്നത് ഖിയാമഹു ബിഹാ, വദുഹൂറുഹു ഫീഹാ. ഖിയാമഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വുജൂദ്, ബിഹാ എന്ന് പറഞ്ഞാൽ അശിയാക്കളിൽ. അതുപോലെ നുഹൂറുഹു എന്ന് പറഞ്ഞാൽ ഹൂന്റെ നമീരടുത്തേക്ക് ആ വുജൂദിലേക്ക്, ഫീഹാ അശിയായിലേക്ക്. ഇതാണ് ആയത്തുമായി മക്സൂദിഹിം, അവരുടെ മക്സൂദിനെ തൊട്ട് പരമാവധി ഇബാറത്തിടാൻ കഴിയുന്ന ഇബാറത്തായി പറഞ്ഞത് ഖിയാമുഹു ബിഹാ ദുഹൂറുഹു ഫീഹാ. എന്നാൽ തന്നെ മാന വ്യക്തമായ വയില്ല ഫഹുവ അംറുൻ ലാ യുദ്റകു ഇല്ലാ ബിദ്ദൗഖ്. ദൗഖ് കണ്ടല്ലാതെ കിട്ടൂല അങ്ങനത്തെ കാര്യം. ആ ശുഹൂദ് എന്ന് പറഞ്ഞ സാധനം ദൗഖി മാത്രം. എന്നിട്ട് മൂപ്പർ പറയുന്ന വഖദ് ദുഖിനാ ബിഹംദില്ലാഹ്, അള്ളാഹിന്റെ ഹംദ് കൊണ്ട് നമ്മൾ ആസ്വദിച്ചാലാണ് മുസന്നിഫ പറയുന്നത് റളിയല്ലാഹു അൻഹു. ഇതാ പറച്ചിലെല്ലാം മൂപ്പർ പറഞ്ഞല്ലോ, വഖദ് ദുഖിനാ ബിഹംദില്ലാഹ്. ആ നിഅമത്തിന്റെ ഫമാ ബിനിഅമത്തി റബ്ബിക ഫഹദീസ് എന്ന് പറഞ്ഞില്ല, അവിടെ തീർന്നു. ഇനി ഈ മാ സുഇല എന്ന് പറഞ്ഞ മാ ഉണ്ടല്ലോ, കുല്ലി മാ സുഇല ഒരു മാത മുഅബ്ബിറൻ അൻ കുല്ലി മാ ഷഹിദ എന്ന ഒരു മാ ഷഹിദ വദാകിറൻ കുല്ല മാ അലിമ. ഈ മൂന്നാണോ അല്ല മൂന്നും ഒന്ന് തന്നെയാണോ? ഇവന്റെ വിവിധങ്ങളായ പണി, ഒന്ന് ചോദിച്ചതിന് മറുപടി, ഒന്ന് ഇബാറത്തിടല്, മറ്റൊന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്. അപ്പൊ മൂന്നും ഒന്നാണോ? ഒന്നാണെന്ന ലക്കാണ് മൂപ്പറ ശരഹം കൊണ്ട് പോയി നോക്കടാ.
മാ സുഇല ഐ സുഇല അന്നും മിനൽ ഉലൂമിന ബയാൻ കൊടുത്തത് മാക്ക് മിനൽ ഉലൂമില്ലത്തി യുഖീദുഹു അല്ലാഹു അലാ ഖുലൂബി സാലിക്കീൻ ഒന്നാം മർത്തബക്കാർക്ക് വൽ മവാഹിബിൽ ലദുന്നിയത്തില്ലത്തി യഖുസ്സുഹാ ബിഹൽ ആരിഫിൻ രണ്ടാം മർത്തബയിൽ മാക്ക് ബയാൻ കൊടുത്തത് അങ്ങനെയാണ്. മുഅബ്ബിറൻ അൻ കുല്ലി മാ ഷഹിദക ഷഹിദഹു വറാഖഹു എന്നുകൊണ്ട് വഹിയ തിൽക്കൽ ഉലൂമ തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ. വദാക്കിറ കുല്ലമാലിമ മിൻ തിൽക്കൽ ഉലൂമ തന്നെയാ പറഞ്ഞത്. അപ്പം മാ കൊണ്ടുള്ള മൂന്ന് സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന ആളുകൾക്ക് മൂന്ന് അവസ്ഥകളായി. ഒന്ന് ചോദിച്ചതിന് ജവാബ്, മറ്റൊന്ന് എല്ലാ ഇബാറത്ത് ഇഷാറത്ത് ഇട്ടിട്ട് പറയുന്നതിന് പകരം ഇബാറത്ത് ഇട്ട് കളയുക, മറ്റൊന്നോ അതിങ്ങനെ ചോദിക്കാണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചോർച്ചുണ്ടല്ല. അപ്പൊ മസ്തൂഖു മാ സുഇല വമാ ഷഹിദ വമാ അലിമ മുമ്പ് പറഞ്ഞില്ലേ, മാ സുഇല മാ ഷഹിദ വമാ അലിമ ഈ മൂന്നിന്റെയും മസ്തൂഖ് വാഹിദുൻ ഒന്ന് തന്നെയാകുന്നു മുമ്പ് അങ്ങനെ ചെറിയതും. ഇതിലാണ്ട് മാ സുഇല ഒന്ന് വേറെ, മാ ഷഹിദ മറ്റൊന്ന്, മാ അലിമ മറ്റൊന്ന്, അങ്ങനെ മൂന്നല്ല എന്ന് പറയുന്നു. വൈന്നമായ യഖ്തലിഫു അത് മാറ്റം വരുന്നത് ബേത്തിബാരി സുആലി സുആലിന്റെ എത്തിബാർ അനുസരിച്ച്. ഇത് ഒന്നാമത്തേത് സുആലാണ് മാ സുഇല അൻഹു. വഇഫ്സാഇഹി ബിൽ ഇബാറത്താണ് രണ്ടാമത്തേത്. നോക്കടാ മാ ഷഹിദ വഅമൂമ ദിക്രിഹിയാണ് ഏത് ദാക്കിറൻ കുല്ലമാറൽ ഇബാറത്ത് ഒപ്പിച്ചുകൊണ്ട് പോണോ. അപ്പൊ കൈലാ യറാതാക്കാൻ ഇബാറത്തൊന്ന് ശരിയാക്കാനുണ്ടാടെ. കൈലാ യറൽ ഹക്കു എന്നുള്ളത് അങ്ങനെ തന്നെ മുമ്പൊന്നുണ്ടല്ലോ. ഫലാ തഹസുൽ അക്ബർ സാദിഖത്തി സാദിഖത്തിന്റെ അവിടെ നോക്കാനുണ്ട്. വഹാത്തുൽ അന്നൽ വാരിദാത്തി ഹദായ മിനല്ലാഹി തആല വ മിനഹും മിന്നു ഫലാ തഹസുൽ അക്ബർ സാദിഖത്തി എന്നാണുള്ളത്. സാദിഖത്തിന്റെ ഉടനെ എന്ന് പറഞ്ഞാൽ അയവാർക്കൊന്ന് പരിശോധിക്കാനുണ്ട്. എല്ലാവർക്കും ഇരുകെട്ട് പണി. ഇനി അവിടെ തീർന്നു.